تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് ജില്ലാതലത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠന ക്യാമ്പ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മളാരും ആഗ്രഹിക്കാത്ത, നമുക്കാർക്കും ഇഷ്ടമില്ലാത്ത കുറേ വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥ കൈവരുമ്പോൾ ഇസ്ലാമികമായ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നത് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വശമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തി എന്നൊക്കെ നമുക്ക് അർത്ഥമറിയാം. ഏത് വിഷയത്തിൽ ഇസ്ലാം ഇല്ലാതെ പോയോ ആ വിഷയത്തിൽ നമുക്ക് അശാന്തി ഉണ്ടാകും, അസമാധാനമുണ്ടാകും. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടൊരു വിവാഹം വരുമ്പോൾ നമ്മുടെ ഇസ്ലാമിനെ അവിടെ മാറ്റി നിർത്തിയോ എങ്കിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ഇസ്ലാമിനെ മാറ്റി നിർത്തിയോ എങ്കിൽ അതിൻ്റെതായ പ്രയാസം അവിടെ ഉണ്ടാകും. നമുക്കൊരു രോഗം വരുമ്പോൾ ഏത് രംഗത്തും ഇസ്ലാം എന്ന് പറയുന്നത് നിഅമത്തി എന്ന അല്ലാഹ് പറഞ്ഞത്, എൻ്റെ നിയമത്താകുന്നു, നമുക്ക് അല്ലാഹ് നൽകിയ നിയമത്താണ്. ഇതുപോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും ഇസ്ലാം നമ്മൾ മുറുകെ പിടിച്ചാൽ ആ പരീക്ഷണത്തിലും സമാധാനം കിട്ടും, സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റും, മനക്കുത്തില്ലാതെ ജീവിക്കാൻ പറ്റും. എങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കുണ്ടോ? പങ്കുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കണം, പ്രയാസപ്പെടണം, പേടിക്കണം. പങ്കില്ലെങ്കിൽ ആ തരത്തിലൊരു പേടി നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇത്തരമൊരു സന്ദർഭത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ കാണുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇഖ്തിലാഫിന്റെ അവസ്ഥയിൽ ഉള്ള ഇസ്ലാമും അവിടുന്ന് പഠിപ്പിച്ചു. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. സ്വഹാബത്തിന്റെ മാർഗം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതൊരു പ്രത്യേക ആദർശമായി കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ തന്നെ വ്യത്യസ്ത കക്ഷികളായി മാറിയത് എന്തുകൊണ്ട്? ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, പടച്ചോനെ, മുസ്ലിങ്ങൾ കക്ഷികളാകുമത്രേ, മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുമത്രേ. ഒരേ ഖുർആൻ അംഗീകരിക്കുന്ന, ഒരേ പ്രവാചകനെ അംഗീകരിക്കുന്ന, ഒരേ കിബില അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ എങ്ങനെയാ കക്ഷികളാവുക? അവിടത്തേക്ക് അത് ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ ഖുർആൻ ഇറങ്ങാൻ ആവശ്യമായ സാഹചര്യവും സന്ദർഭവും ഒക്കെ നമുക്കറിയാം. എന്നാൽ പിൽക്കാലത്ത് കുറെ ജനങ്ങൾ വരും, അവർ ഖുർആൻ എടുത്തിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ആയത്ത് കൊണ്ട് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ അവരവരുടെ വ്യക്തിപരമായ അവരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ പ്രമാണങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാകും. ഈ സദസ്സിലേക്ക് ഏതെങ്കിലും ഒരു ഖുർആൻ ആയത്ത് അർത്ഥസഹിതം തന്നിട്ട് 1/2 പേജ് ബാക്കിയിട്ടു അവിടെ. എന്നിട്ട് പറഞ്ഞു,
നിങ്ങൾ ഈ ആയത്തും അർത്ഥവും വായിച്ചു നോക്കിയിട്ട് ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു അവിടെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ സദസ്സിൽ നിന്ന് ആ ഒരൊറ്റ ആയത്തിനെ പറ്റി 10 or 50 അഭിപ്രായങ്ങൾ പ്രസിഡീയത്തിലേക്ക് വന്നേക്കാം. ഈ 50 ആശയങ്ങളും ഖുർആൻ പറഞ്ഞതാണോ? അല്ല. ഒരുപക്ഷെ അതിൽ ഒന്നും ആവില്ല ഖുർആൻ പറഞ്ഞത്. അവിടെയാണ് ഖുർആനും ഹദീസുമാകുന്ന വഹയികൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആയത്ത് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു, ആ ഹദീസ് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസിന്, പ്രഥമ സംബോധിതർക്കാണ് ഏറ്റവും നന്നായി മനസ്സിലാവുക. അവർ മനസ്സിലാക്കിയിടത്ത് തെറ്റു വന്നു എന്ന് കരുതുക, തിരുത്താൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഉണ്ട്. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ. അപ്പോൾ ആയത്തുകൾ കാന്തപുരം വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്ത് ഓതിയിട്ട് പറഞ്ഞു അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം. ആയത്ത് നേരെ അർത്ഥം വെക്കുമ്പോൾ ആർക്കും ഒന്നും തിരിച്ചു പറയാനില്ല. നമ്മൾ അപ്പോൾ തിരിച്ചു ചോദിച്ചു, ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും ഈ ആയത്ത് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയോ? അദ്ദേഹത്തിന് ഒരു അക്ഷരം പറയാനുണ്ടായിരുന്നില്ല. അവിടെയാണ് സലഫികൾ എന്ന പേര് നമുക്ക് കിട്ടിയത്. അഥവാ ഖുർആനും ഹദീസും അതിന്റെ ആദ്യ സംബോധിതരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ വ്യത്യസ്ത ആശയങ്ങൾ ഒരു വിഷയത്തിലുണ്ടാകും. അതാണ് ആദർശ വ്യതിരിക്തതയുടെ മർമ്മം. അതുതന്നെയാണ് വ്യതിയാനത്തിന്റെ മർമ്മവും. ഈ ബേസിക് കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ വ്യതിയാനം വരും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്താ കാര്യം? റസൂലുള്ളയുടെയും സ്വഹാബത്തിന്റെയും മാർഗത്തും തെറ്റിപ്പോയി. കൂനൂലില്ലാഹി ഖാനിത്തീൻ, കുനൂത്തിന് ആയത്തോതി എഴുതി വെച്ചു ഗ്രന്ഥത്തില്. കുനൂത്ത് ഓതാൻ തെളിവ് കൂനൂലില്ലാഹി ഖാനിത്തീൻ. എന്താ വിഷയം? അടങ്ങി ഒതുങ്ങി നിസ്കരിക്കുന്നതിനെ പറ്റിയുള്ള ആയത്താണ് ദുർവ്യാഖ്യാനം ചെയ്തത്. അപ്പൊ അങ്ങനെ അല്ല എന്ന് പറയാൻ? ഈ ആയത്ത് ആദ്യമായി കേട്ട സ്വഹാബത്ത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത നിസ്കാരത്ത് കുനൂത്ത് ഓതിയോ? പറയൂ. അതാ നമ്മുടെ ചോദ്യം. നിസ്കാരം 3 ദശക്കണക്കിന് ആയത്തുകൾ. ചോദ്യം ചേകനൂരിനോട്, ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര വക്താ നിസ്കരിച്ചത്? ചേകനൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് അറിയാം 5 ആണെന്ന്. ഉടൻ ചേകനൂരിന്റെ മറുപടി എന്താ? മറുപടി സ്വഹാബത്ത് മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മളും വേണം ചിന്തിക്കാൻ. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ 3 കിട്ടി, സ്വഹാബത്ത് ചിന്തിച്ചപ്പോ 5 കിട്ടി. അവിടെയാണ് ഖുർആനും ഈ വശം ഈ സദസ്സിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഖുർആനും ഹദീസും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അതാണല്ലോ. 2002 മടൂർ വിഭാഗം പിരിഞ്ഞു പോയപ്പോ KJ നമ്മുടെ കയ്യിൽ തന്ന കടലാസുണ്ട്, 18 തീരുമാനം. ഒന്നാമത്തെ തീരുമാനം എന്താ? അവർ തെറ്റിയത് എവിടെയാ? ഖുർആനും ഹദീസും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് മൻഹജ്. അവരതിനെ കളിയാക്കി. അത് 5ാം മദ്ഹബാണ്, ഗൾഫ് ഇറക്കുമതിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ഖുർആൻ ഹദീസും മതി, അത് നമ്മൾ അങ്ങ് ചിന്തിച്ച്, നമ്മൾ ഖുർആൻ ഹദീസ് ഇത്രയും കാലം പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞത്. പക്ഷേ ആ ഖുർആനും ഹദീസും അടിസ്ഥാന പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം, അതിന്റെ മെത്തഡോളജി, രീതിശാസ്ത്രം, അതാണ് സലഫിന്റെ മാർഗം. ഇപ്പോൾ നമുക്കിടയിൽ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളുടെ മർമ്മവും ഇവിടെയാണ് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വന്നത് എങ്ങനെയെന്ന് വളരെ വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം മടവൂർ വിഭാഗം നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറയുന്നത് ദഅവത്തിന്റെയും സംസ്കരണത്തിന്റെയും വലിയൊരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റത്തിനിടയിൽ നമ്മുടെ ആദർശ ശത്രുക്കൾ പകച്ചു നിൽക്കുകയായിരുന്നു. അവർക്കും ചർച്ച ചെയ്യാനുള്ളത് സാൽവേഷനെ കുറിച്ചാ. നിങ്ങൾ സാൽവേഷന് പോയില്ലെന്നാ ഒരു ജമാഅത്തിന് വേറെ ജമാഅത്തിനോട് ചോദിക്കുന്നത്. ആ ലൈറ്റ് എക്സിബിഷൻ അങ്ങനെ അവരെ ചർച്ച. ആ ഭയങ്കര ക്യാമ്പയിനാട്ടോ, കേനമിന്റെ ക്യാമ്പയിൻ. നമ്മളുടെ ഈ ആദർശ പ്രബോധനത്തിൽ പങ്കുചേരുകയും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആദർശ വിരോധികൾ വരെ എത്തിയ ഒരു സന്തോഷകരമായ അവസ്ഥയായിരുന്നു. അങ്ങനെ ആ മുന്നേറ്റത്തിൽ പക്ഷേ 2002 പിരിഞ്ഞു പോയ ആളുകൾ മാറി നിന്നപ്പോൾ നമ്മളോടൊപ്പമുള്ള ആളുകളിൽ വിഷയം പഠിക്കാത്തവരും ഉണ്ടായിരുന്നു. കേനം എവിടെയാ? എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ അവിടെ നിൽക്കുക. വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ അവിടെ നിൽക്കുക. മാതൃസംഘടനയോടൊപ്പം നിൽക്കുക. കേനം എന്താ പറഞ്ഞ്? അല്ല APNDP ആള് ഞാൻ അടക്കുക.
എന്ന് പറഞ്ഞ് വിഷയം പഠിക്കാതെ നമ്മളോടൊപ്പം കുറേ ആളുകൾ നിന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പിരിഞ്ഞുപോയ മടവൂർ വിഭാഗം വിചാരിച്ചത് എന്താ, യുവജനങ്ങൾ തങ്ങളോടൊപ്പം ആയതുകൊണ്ടും മിഷണറി ശക്തമായതുകൊണ്ടുമൊക്കെ അവർക്ക് നമ്മളെ അതിജയിക്കാൻ കഴിയുന്ന, പക്ഷേ നമ്മൾ തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്നൊരു ഒറ്റ പ്രഖ്യാപന എറണാകുളം സമ്മേളനത്തിൽ നാടാകെ വയലോട് വയല്. പിന്നെ അവരിങ്ങനെ ഓരത്ത് നിൽക്കേണ്ടി, എന്ത് പോക്കായി പോണ് എറണാകുളത്ത് സമ്മേളനത്തിന്റെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ സന്ദർഭത്തിലാണ് അവർ തീരുമാനം എടുക്കുന്നത്, ഈ പോക്ക് പോയാൽ നമുക്കൊന്നും ഇത് ദൈവത്തോട് നേരിടാൻ നമുക്ക് കഴിയില്ല. ഓരോ കഥ ഒരുക്കന്നെ അറിയാലോ. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തുരുപ്പിശീട്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ ഇറക്കിയൊരു തുരുപ്പിശീട്ടായിരുന്നു ശിർക്കാരോപണം. 2002 ആഗസ്റ്റ് 12 അവർ പിരിഞ്ഞു പോകുന്നത്. 2002 ആഗസ്റ്റ് 23 നമുക്ക് ലഭിച്ച അറിവനുസരിച്ച് ശിർക്കാരോപണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഷബാബിലൂടെ. എന്താ പറഞ്ഞത്? മൻഹജ് വാദം അഥവാ ഖുർആനും ഹദീസും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സ്വീകരിച്ചാചരിക്കേണ്ടത് സച്ചരിതരായ സലഫിന്റെ മാർഗം അനുസരിച്ചാണ് എന്ന വാദം പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പ് സാക്ഷികളായി. പിശാചിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുക, പിശാചിനെ ആരാധിക്കുക. അവിടേക്ക് കേന്നം എത്തിയിരിക്കുന്നു. ദേശാഭിമാനിയിൽ വാർത്ത കൊടുത്തു, പത്രങ്ങളിലൊക്കെ വാർത്ത കൊടുത്തു. അതിന് കാരണമായ MI മുഹമ്മദ് അലി സുലമിയുടെ ഒരു പുസ്തകം, ഗൾഫ് സലഫിസവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം. അവിടെ നമ്മളോടൊക്കെ പറയും, ഗൾഫ് നിങ്ങൾക്കറിയോ, ഗൾഫ് സലഫികൾ ഒരു ജിന്നു ബാധിക്കുന്ന, ജിന്നു കൂടുന്ന അവല വിശ്വാസം. നമ്മളെ വിശ്വാസം ശിർക്കാന്നല്ലേ? സിഹിർ വലിക്കുന്ന അവല വിശ്വാസം, നമ്മൾ സിഹിർ വലിക്കൂലെന്നല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജിന്നു ബാധിച്ച ഓർക്കുണ്ട് ഒരു ചികിത്സ. ഖുർആനൊക്കെ അങ്ങനെ ഓതുക, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇതാ പരിപാടി, അങ്ങോട്ടപ്പൊ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ച് ആ അറിവില്ലായ്മയെ മുതലാക്കിക്കൊണ്ടാണ് അവർ ശിർക്കാരോപണം നടത്തിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ വിഷയത്തിൽ ദഅവത്തുമായി മുന്നോട്ട് നേതൃത്വം പറഞ്ഞു, ഇവരുടെ ഈ ആരോപണത്തിന് ഇപ്പം മറുപടി പറയണ്ട, ആയിക്കോട്ടെ ദഅവത്തുമായിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും നമ്മൾ ശിർക്കിലേക്ക് എത്തിയിരിക്കുന്നു, അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് തീരുമാനിച്ചു, ഏതാനും കേന്ദ്രങ്ങളിൽ നമുക്ക് മറുപടി പറയാം. സക്കരിയ സലാഹിയും അതുപോലെ തന്നെ അനസ് മൗലവിയും അങ്ങനെ തുടങ്ങിയ ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മടവൂരികൾക്ക് മറുപടി പറയാൻ ഇറങ്ങി. ആ മറുപടിയിൽ നമ്മൾ 2 രൂപത്തിലുള്ള ആയുധങ്ങളാണ് പ്രയോഗിച്ചത്. ഒന്ന് പ്രമാണം. ജിന്നു ബാധിക്കും എന്ന് മുജാഹിദ് പ്രസ്ഥാൻ, ജിന്നുബാധയുണ്ടെന്ന് കേന്നം പറയുന്നു, അത് അന്ധവിശ്വാസമാണ്, അതുകൊണ്ട് ആള് കൂടുതലുണ്ട് ഒപ്പം പോകും വേണ്ട, അന്ധവിശ്വാസമാണ്, ശിർക്കാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങളൊപ്പം നിന്നോളൂ, അതാണ് മിനിമം അജണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞു, ജിന്നു ബാധിക്കും എന്നത് അന്ധവിശ്വാസമാണോ? നമുക്ക് ഖുർആൻ എടുക്കാം. 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 275-ാമത്തെ ആയത്ത്, അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്. പലിശ തിന്നുന്നവർ പിശാചു ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. അപ്പൊ ഇല്ലാത്ത ഉദാഹരണം അല്ല പറയില്ല. പിശാചു ബാധ എന്നതില്ലെങ്കിൽ പിന്നെ പഠിച്ചത് പറയോ? മറിഞ്ഞു വീഴില്ലെങ്കിൽ മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ എന്ന് പറയോ? അല്ല കളവ് പറയുമോ? എന്നിട്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പണ്ഡിതന്മാരെടുത്ത നിലപാട് എടുത്തത് എടുക്കുക. നമുക്ക് ഉദാഹരണം, KM മൗലവി 1-ാമത്തെ പ്രസിഡന്റ് ഫത്വ കയ്യിലെടുത്തു. ഭാഗ്യത്തിന് പിന്നീട് 2008 KM മൗലവിയുടെ ഫത്വ മടവൂർ വിഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു, ക്രോഡീകരിച്ചിട്ട്. അതിലെന്താ പറഞ്ഞത്? എന്നാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ തുടങ്ങിയവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. KM മൗലവി. അപ്പൊ പിശാചുബാധ, സിഹറുബാധ ഇത് രണ്ടും ഉണ്ടെന്ന് ഖുർആൻ ഓതി പ്രമാണം ഉദ്ധരിച്ച് പിന്നീട് ഹദീസ് ശേഷം പറയുന്നു, ഇതിൽ KNMന് പുതിയൊരു നിലപാടില്ല കൂട്ടരെ. KNMന്റെ 1-ാമത്തെ പ്രസിഡന്റ് പിശാചുബാധ ഉണ്ട് എന്നാ പറഞ്ഞത്, സിഹറുബാധ ഉണ്ട് എന്നാ പറഞ്ഞത്, അതിന് ചികിത്സിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആൾക്കാർ തരിച്ചിരുന്നേ, KM മൗലവി ജിന്നുബാധ ഉണ്ട് എന്നാ പറഞ്ഞത്, എന്നാ പിന്നെ ഒന്ന് പഠിക്കണല്ലോ. സിഹർ ഉണ്ട് എന്നാ പറഞ്ഞത്. ചില ആൾക്കാർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ആകെ തലകറങ്ങലും എന്തൊക്കെ, എനിക്ക് ഇങ്ങോട്ട് കേറുന്നില്ലേ, അല്ല ഉള്ള കാര്യം പറയുകയാണെ, ആകെ മനം പുരട്ടലും തലവേദനയും വയറുവേദനയും ഒക്കെ തുടങ്ങിയ നമ്മൾ ആൾക്കാർക്ക്. പക്ഷേ ഖുർആനും ഹദീസും തെളിവ് അങ്ങ് കൊടുത്തപ്പോ
ഷബാബ് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ബിലാൽ ഫിലിപ്സിന്റെ ലേഖനം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. പിശാച് പിന്നെ ശരീരത്തിൽ പ്രവേശിക്കും, എന്നിട്ട് പിന്നെ വിഭ്രാന്തി, ഉന്മാദം, വ്യാധികളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അള്ളാഹു സമർപ്പിച്ച് മുന്നോട്ട് പോവാ വേണ്ടത്. ഷബാബ്, ചെറിയ മുണ്ടത്തിന്റെ ഫത്വ, സിഹർ ഫലിക്കും, റസൂലുള്ളാഹിക്ക് സിഹർ ഫലിച്ചുള്ള ഹദീസ് സ്വഹീഹാണ്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഈ ആയുധം അങ്ങോട്ട് കിട്ടി നമ്മുടെ ശക്തമായ അറ്റാക്ക് വന്നപ്പോ ഒരു മെല്ലതൊക്കെ കെട്ടിമുട്ടി വർഗദേവ കുത്തിരുന്ന് കേമതിന്റെ ഫത്ത് കൊണ്ട് മനുഷ്യൻ അടങ്ങാറായി. ചെറിയ മുണ്ട് എഴുതിയും വെച്ച് അമാന്റെ പരിഭാഷയില് 220 പിശാചു മറിച്ചു വീത്തില്ലെന്ന് ഒറ്റടിക്ക് പറയാൻ പറ്റുന്ന എഴുതിയും വെച്ച് മനുഷ്യനാകെ അടങ്ങാറായി എന്ന് പറഞ്ഞ ആശയ രംഗത്ത് അവർ പരാജയപ്പെട്ടു. ശിർക്കാരോപണമാകുന്ന അവരുടെ രംഗത്ത് അവർ പരാജയപ്പെട്ടു. മാത്രമല്ല 2007 കാലഘട്ടം എത്തിയപ്പോ അബ്ദുസ്സലാം സുല്ലമി സെൻസിങ്ങിന് ഇന്റർവ്യൂ എടുത്തു. സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? കാന്തപുരം വിഭാഗത്തിന്റെ സ്ട്രോങ് മാസികയാണ്. അവർക്ക് ഇന്റർവ്യൂ എടുത്തു. എന്താ അത് പ്രസിദ്ധീകരിച്ചു വന്നത്? മൗലവി വിഭാഗം മുശ്രിക്കുകൾ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറഞ്ഞാൽ AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറി ആയ KNM ഒന്നാകെ മുശ്രിക്കായിരിക്കുന്നു. അപ്പൊ ശിർക്ക് ആരോപണത്തിന്റെ സീനിയോരിറ്റി ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എത്ര പറഞ്ഞാലും ഒരു കിട്ടൂല. ഈ പ്രമോഷൻ കൊടുക്കുമ്പോൾ സീനിയോരിറ്റി നോക്കും. ആ സീനിയോരിറ്റി എല്ലാ അർത്ഥത്തിലും മടവൂർ വിഭാഗത്തിന് അവകാശപ്പെട്ടതാ. അത് ഇവരെ അവകാശപ്പെട്ട കോടതി പോകാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാ. അത് ഞങ്ങൾ 2002 ആഗസ്റ്റ് 20 തുടങ്ങിയതാ. അപ്പൊ ഞങ്ങൾ ഏറ്റെടുക്കുക. അപ്പൊ അവിടെയാണ് അതിന്റെ തുടക്കം. അത് മുന്നോട്ട് വന്ന് 2011 കാലഘട്ടത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശാഖാതലം മുതൽ വളർന്നു വന്ന ദീനിയായ ഒരു ഉന്മേഷമുണ്ട്. അതിനനുസരിച്ചുള്ള ബോഡികൾ ശാഖ മുതൽ സ്റ്റേറ്റ് വരെ സ്വാഭാവികമായും വരും എന്ന് കണ്ടപ്പോൾ നമ്മളോടൊപ്പം വിഷയം പഠിക്കാതെ കൂടിയിരുന്ന ആളുകൾ ബേജാറാകാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുക? അവർക്കൊന്നും ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അവിടെ നിന്നാണ് കാര്യമറിയുന്ന ചിലരും തീരെ നിഷേധ സ്വഭാവമുള്ള ആളുകളും സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആൾക്കാരെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ അജണ്ട പുറത്തേക്ക് എടുക്കുന്നത്. അവർക്ക് സംഘടന പിടിച്ചെടുക്കണം. അതിന് ഒരു പ്രശ്നവും ഇല്ലാതെ എങ്ങനെ സംഘടന പിടിച്ചെടുക്കുക? പ്രശ്നം ഉണ്ടാവണം. പ്രശ്നം ഉണ്ടായേ പറ്റൂ. അപ്പോഴാണ് എന്താണോ മടവൂർ വിഭാഗം പറഞ്ഞത് ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ. എന്നാലും സക്കരിയ മൗലവി കൂടുതലാട്ടോ. അല്ല അങ്ങനെ അങ്ങോട്ട് പറയും ഇന്ന് ജിന്ന് പിന്നെ എന്തൊക്കെ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞാ കേൾക്കുന്നത്. അല്ല അത് മടവൂരിലുള്ള അല്ല, നമ്മളും അങ്ങനെ പറഞ്ഞാ കേൾക്കുന്നത്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം അങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇസ്ലാഹ് മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മടവൂർ വിഭാഗവും അതുപോലെ തന്നെ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസിയും ഒക്കെ പറഞ്ഞ വാക്കുകൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് ശിർക്ക് തന്നെ. അബ്ദുൽ ജബ്ബാർ മൗലവി ശിർക്ക് എഴുതിയിരിക്കുന്നു ഇസ്ലാഹിൽ. ആരാ മറുപടി പറഞ്ഞത്? അബ്ദുറഹ്മാൻ സലഫി. ഇസ്ലാഹിനെ ഉയർത്തിപ്പിടിച്ച് ഇതിൽ ഒരു കുഴപ്പവുമില്ല. ചില അബദ്ധങ്ങൾ സ്ഖലിതങ്ങൾ വന്നപ്പോൾ തൊട്ടടുത്ത ലക്കത്തിൽ തിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒരു ശിർക്കിന്റെ ഒരു വശവും അതിലില്ല എന്ന് അബ്ദുറഹ്മാൻ സലഫിയാ വിശദീകരിക്കുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് അനസ് മൗലവിയാ വിശദീകരിക്കുന്നത്. കായക്കൊടിയാ വിശദീകരിക്കുന്നത്. ഒരബദ്ധവും അതിൽ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പ്രതിരോധിച്ചവർ നേരെ തിരിഞ്ഞു നിന്നിട്ട് അത് ശിർക്ക് തന്നെ. അപ്പൊ പിന്നെ കരിമ്പിലാക്കൽ വിശ്രമിക്കാൻ തുടങ്ങി. അലിമദിന പിന്നെ പ്രസംഗിക്കാനാണ് ആളുണ്ട്, ഞങ്ങൾ പോകാന്ന് പറഞ്ഞു. ഒരു രംഗം വിട്ടപ്പോ ഓരെ കാണാനില്ല. അത് പിന്നെ നമ്മൾ കരിമ്പിലാക്കൽ അനീഫ് കായക്കൊടി കൈമാറിയിട്ടുണ്ട് ബാറ്റൺ. അത് നടക്കുന്നുണ്ടല്ലോ. അതെ, ഭയങ്കര രസാ. അന്ന് മടവൂരികൾ ചോദ്യം ചോദിക്കുന്നു, അനസ് മൗലവി മറുപടി പറയുന്നു. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ചോദ്യം ചോദിക്കുന്നു, ഫൈസൽ മുസ്ലിയാർ മറുപടി പറയും. എന്താ വിഷയം? ഇസ്ലാം. അതേ ചോദ്യം ഇന്ന് നമ്മുടെ അകത്ത് നിന്ന് വരുന്നു. ഇതിന്റെ ആസൂത്രണം നടക്കുന്നത് വളരെ കൃത്യമായി 5/6/2011 ജൂൺ മാസം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുന്നതിന്റെ ഏകദേശം 2 മാസം മുമ്പാണ് ഇതിന്റെ ആസൂത്രണം നടക്കുന്നത്. ഈ ജില്ലയിൽ ആണ് മുമ്പ് ഫിത്ന തുടങ്ങിയത്. ഫിത്ന ഒരു സ്ഥലത്തും തുടങ്ങി കിട്ടണമല്ലോ. നമ്മുടെ ഈ ജില്ലയിലാണ് തുടങ്ങിയത്. ഈ കത്താണ് അതിന് കാരണം. അതായത് ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. മണ്ഡലം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു. നമുക്ക് വ്യക്തവും നിഷ്പക്ഷവുമായൊരു കാഴ്ചപ്പാട് വേണം. സതുദ്ദേശം മാത്രമായിരിക്കണം നമ്മെ ഇതിനെ നയിക്കുന്നത്. ഒന്ന് കൂടി ആലോചിക്കും നന്നായിരിക്കുമല്ലോ. 23/10/93 ശനിയാഴ്ച 11 മണിക്ക്
താങ്കൾ മേപ്പയ്യൂർ സലഫിയിൽ വരിക, സാധിക്കുമെങ്കിൽ ജില്ലാ കൗൺസിലർമാരുടെ ലിസ്റ്റ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസർ അലി. മുമ്പ് നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വിളിച്ച മീറ്റിംഗ് ആണിത്. 18/10/93 കത്തയക്കുകയും 23/10/93 മേപ്പയ്യൂരിൽ വെച്ച് നടന്ന ആ മീറ്റിംഗ് ആയിരുന്നു സംഘടനാ രംഗത്തുള്ള അന്നത്തെ പ്രശ്നങ്ങളുടെ തുടക്കം. അതേ രൂപത്തിൽ രേഖ കൊടുക്കാതെ, അസ്റിനേക്കാൾ കുറച്ചുകൂടി ഒരു ശ്രദ്ധ ആ വിഷയത്തിലൊക്കെ അബ്ദുറഹ്മാൻ സലഫിക്ക് ഉണ്ടാവും. അതുകൊണ്ട് കത്തൊന്നുമില്ല, ഫോണിലാണ് പരിപാടി. ഒന്ന് കൂടി ആലോചിക്കാറ്, എല്ലാവരും ഇങ്ങോട്ട് വരുന്നവർ CD ടവറിലേക്ക്. അപ്പൊ CD ടവറിൽ മീറ്റിംഗ് നടക്കുന്നു 5/6/2011. അങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോൾ ISMന്റെ സെക്രട്ടേറിയറ്റ് അപ്പുറത്തുണ്ട്. ഇവിടെ എന്തൊരു മീറ്റിംഗ്? AP-യുടെ ക്യാബിനിൽ പോയി ISM ആരെ ചോദിച്ചു, എന്താ ഇവിടെ? എനിക്കറിയില്ല. AP എനിക്കറിയില്ല അവിടെ എന്താ നടക്കുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല. TP-യെ വിളിച്ചു, അദ്ദേഹത്തിനും അറിയില്ല. അപ്പോൾ ഈ ആസ്ഥാനത്തിന്റെയും സംഘടനയുടെയും പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിയും അറിയാത്തൊരു മീറ്റിംഗ് CD ടവറിൽ. അവർ അത് കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ചില പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. അപ്പോൾ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ പ്രശ്നമാണ്, എറണാകുളത്ത് നാൾ വന്നത് എന്തിനാ? അതിൻ്റെ പിന്നെ വയനാട്ടിൽ നാൾ വന്നത്, അതിൻ്റെ മലപ്പുറം ഈസ്റ്റ് നാൾ വന്നത്, എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ന്യായങ്ങളൊന്നും ഫലിക്കുന്നില്ല. അങ്ങനെ ഒന്നിച്ചൊരു അവിടെ ഒരു യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് അതിൽ ക്ഷണിതാക്കളായി വന്നിട്ടുള്ളത്. അവിടെ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദർശപരമായ പ്രശ്നമുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ട മടവൂർ വിഭാഗം അവരുടെ ആദർശ രംഗത്തുള്ള നമ്മളുമായുള്ള ഏറ്റുമുട്ടൽ നിർത്തിയപ്പോൾ അവർ അടുത്തത് പ്രയോഗിച്ചത് ചാരപ്പണിയായിരുന്നു. KKP അബ്ദുള്ള എന്ന് പറയുന്ന അവരുടെ ആശയമുള്ള ഒരാളുടെ കയ്യിൽ അവർ കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന ക്ലിപ്പിന്റെ CD കൊടുത്തു. ഒരു ഖുർആൻ ഹദീസ് വിരുദ്ധ പുസ്തകം, മഞ്ഞ പുസ്തകം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട പുസ്തകം അദ്ദേഹത്തിന്റെ കൈകളാൽ എഴുതപ്പെടുകയും അങ്ങനെ ഒരു CD-യും ഒരു പുസ്തകവും മുജാഹിദുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചു. KKP അബ്ദുള്ള നമ്മുടെ ഖത്തീബായിരുന്നു, ഇസ്ലാഹി ലേഖനം എഴുതുന്ന ആളായിരുന്നു. അതുകൊണ്ട് ISMന്റെ ബോഡികളിലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ആളായിരിക്കും. സ്റ്റേറ്റ് കൗൺസിൽ വരെ ആ CD കൊടുത്തു. അങ്ങനെയുള്ള KKP അബ്ദുള്ളയെ കുറിച്ചും ആ KKPയുടെ സഹായികളെ കുറിച്ചും 28/10/2011 അത് KKPയുടെ യൂണിറ്റായ തളിപ്പറമ്പ് ISM യൂണിറ്റ് മുതൽ, തളിപ്പറമ്പ് മേഖല മുതൽ, കണ്ണൂർ ജില്ല മുതൽ സ്റ്റേറ്റ് ISM പ്രവർത്തക സമിതി വരെ KKP അബ്ദുള്ള ചെയ്ത ചാരപ്പണി പിടിക്കപ്പെട്ടതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടു. മടവൂരികൾ CD തളിപ്പറമ്പ് യൂണിറ്റ് കൊടുത്തു. ഈ പുസ്തകം അദ്ദേഹം പ്രചരിപ്പിച്ചു. പുസ്തകത്തെ പറ്റി പഠനം നടന്നു. അങ്ങനെ 28/10/2011 ISMന്റെ ശാഖാ കമ്മിറ്റി ചെയ്ത പ്രവർത്തനത്തിന് KJU അംഗീകാരം കൊടുക്കുകയാണ്. എന്താ അംഗീകാരം? മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘത്തിന്റെ ഭാഗമാണ് KKPയുടെ മഞ്ഞ പുസ്തകവും അനുബന്ധമായ കാര്യങ്ങളും. അന്ന് നീല പുസ്തകമായിരുന്നുവെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകവുമായിട്ടാണ് വന്നത്. അപ്പോ 180 പേജുള്ള നീല പുസ്തകം 2001-2002 കാലഘട്ടത്തിൽ എന്തൊരാദർശ തകരാറാണ് ഉണ്ടാക്കിയത്, ആ സ്ഥാനത്ത് ഇതാ ഒരു മഞ്ഞ പുസ്തകം വന്നിരിക്കുന്നു, KKPയും കൂട്ടരും ചാരന്മാരാകുന്നു എന്ന് പ്രഖ്യാപിച്ച, അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ KKP അബ്ദുള്ള ഈ മീറ്റിംഗിലുണ്ട്. ആ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ സഹായിച്ച ഹാരിസ് ചേരൂർ ഈ മീറ്റിംഗിലുണ്ട്. സിദ്ദീഖ് തലശ്ശേരി ഈ മീറ്റിംഗിലുണ്ട്. സിദ്ദീഖ് തലശ്ശേരി CD ടവറിലെ ക്യാമറാമായിരുന്നു. ആ ക്യാമറാമാൻ ചെയ്യുന്ന ചാരപ്രവർത്തനങ്ങൾ കാരണം തലശ്ശേരിയിലെ പ്രവർത്തകർ ദിവസങ്ങളോളം TPയുടെ റൂമിന് മുമ്പിൽ കുത്തിയിരുന്നിക്കുന്ന പോലെ ആവർത്തിച്ചു, സാർ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കരുത്, അദ്ദേഹം ഇന്ന രൂപത്തിൽ മടവൂരികളുടെ ആദർശവുമായി മെമ്പർഷിപ്പ് കൊടുക്കാൻ തന്നെയായിരുന്നു തീരുമാനം. അവസാനം CD ടവറിൽ വെച്ച് നിയാമത്തുള്ള ഫാറൂഖ് ചെയ്ത ഒരു പ്രസംഗം, ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ കേട്ടവർ പറഞ്ഞു, ഇത് മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റിയ CD അല്ലട്ടോ, ഇത് നമ്മളെ പ്രസംഗമല്ല. താടിനെ പരിഹസിക്കുന്നു, നിര്യാണ്ട മുകളിൽ ഡ്രസ്സ് പിന്നെ പാൻറ് ഉടുക്കുന്നതിനെ പരിഹസിക്കുന്നു. അവസാനം നമ്മുടെ AO അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ആ CD അത് പിന്നെ സീൽ ചെയ്ത് അവിടെ വെച്ചു, ആർക്കും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ മടവൂരികൾ ഈ ക്ലിപ്പ് ഇങ്ങനെ ഇടുന്നു. അപ്പൊ ഇവർക്ക് എങ്ങനെ ക്ലിപ്പ് കിട്ടി? നമ്മളിട്ട് CD ഇറക്കിയിട്ടില്ല. AO പറഞ്ഞു, നമ്മൾ കൊടുത്തിട്ടില്ല, അതിനെ മാസ്റ്റർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെ കിട്ടി? ആ അന്വേഷണത്തിൽ നിന്നാണ് ഈ സിദ്ദീഖ് തലശ്ശേരി ആണല്ലോ ഇത് റെക്കോർഡ് ചെയ്തത്, അവൻ മടവൂരികൾക്ക് കൊടുത്തതാ, നല്ലൊരു സാധനം ഉണ്ട് പിടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ നാടൊന്നാകെ ഈ CD ക്ലിപ്പ് കാണാൻ തുടങ്ങിയത്.
അത് പിടിക്കപ്പെട്ടപ്പോ തലശ്ശേരിയിൽ ആൾക്കാർ ചോദിച്ചു, ടി പി ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേ. അങ്ങനെ CD ടവർ ഇറക്കി വിട്ട ആളാണ് സിദ്ദീഖ് തലശ്ശേരി. അവൻ ഈ മീറ്റിംഗിലുണ്ട്. അതോടൊപ്പം സിദ്ദീഖ് തലശ്ശേരിയെയും ഹാരിസ് ഷേരൂരിനെയും KKP നിശിതമായി എതിർക്കുന്ന അനസ് മൗലവിയും അതുപോലെ തന്നെ അനീഫ് കായക്കൊടി ഈ മീറ്റിംഗിലുണ്ട്. മീറ്റിംഗ് സംഘടിപ്പിച്ച അബ്ദുറഹ്മാൻ സലഫി അവിടെ ചെയ്ത പ്രവർത്തനം ഇത് രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്ന പണിയാണ്. ആദ്യം KKP അബ്ദുള്ളക്കെതിരെ ശക്തമായിട്ടാണ് സംസാരിച്ചപ്പോൾ അനീഫ് അനസൊക്കെ സലഫി നമ്മളെ ലൈനിൽ തന്നെ ആട്ടോ. എന്നിട്ട് നേരെ തിരിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെങ്കിലും ജിന്നിനോട് തേടാന്ന് പറയുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ ഭിന്നിച്ച് നിൽക്കാൻ പറ്റും. അവസാനം ഒരു യോജിപ്പ്. KKP അനീഫൊക്കെ ഒന്ന് ചാടി പോകല്ലെന്നൊരൊറ്റ പോക്ക വണ്ടി ടീപ്പിന്റെ അടുത്തേക്ക് സക്കരിയ മൗലവിനെ പുറത്താക്കണം, ഇന്ന ആൾക്കാരൊക്കെ പുറത്താക്കണം, അവരൊക്കെ ജിന്നുമായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു വൈകുന്നേരം വരെയുള്ള മീറ്റിങ്ങോടുകൂടി എന്തായി ഒരു യോജിപ്പ് അവിടെ ഉണ്ടാക്കി. ഈ മീറ്റിംഗിൽ പങ്കെടുത്തവരാണ് പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ഏതുവരെ ചോദിച്ചാൽ, കാസർഗോഡ് ജില്ലയിലെ ഒരു ഖത്തീബ് മിമ്പറിന്റെ മുകളിൽ വെച്ച് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഇപ്പോഴുള്ള നമ്മുടെ വിഷയങ്ങളിൽ ഖുർആനും ഹദീസും പറഞ്ഞ കാര്യം പറയാൻ തുടങ്ങി. ഒരിക്കലും ശിർക്കിലേക്ക് പോകുന്ന രീതി ഉണ്ടാകാൻ പാടില്ല, എന്നാൽ ജിന്നുമായി ബന്ധപ്പെട്ട് സിഹറുമായി ബന്ധപ്പെട്ട് ഖുർആനും ഹദീസും പറഞ്ഞ കാര്യം നിഷേധിക്കാനും പാടില്ല. അപ്പൊ അയാൾക്ക് കത്ത്, നിങ്ങൾ അടിയന്തിരമായി ഇന്ന ആളുടെ മുമ്പിൽ ഹാജരാകണം. നോക്കുമ്പോ എന്താ, കോഴിക്കോട് സിറ്റിയിലെ EV മുസ്തഫ എന്ന് പറയുന്ന ഒരു SLRC വിദ്യാർത്ഥിന്റെ മുമ്പിൽ ഈ ഖത്തീബ് ഹാജരാകണം, നേതൃത്വം നിശ്ചയിച്ച അയാളെ ചോദ്യം ചെയ്യാൻ. മനസ്സിലായില്ലേ? ഈ രൂപത്തിലേക്ക് ആ മീറ്റിംഗിൽ പങ്കെടുത്തരാ പിന്നീട് KNM നയിക്കുന്ന ഒരവസ്ഥ വന്നത്. ഈ 5/6/2015 ചേർന്ന ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ മീറ്റിംഗ് ചർച്ചയായി. തൊട്ടടുത്ത KNM എക്സിക്യൂട്ടീവിൽ ഈ വിഷയം പൊന്തി വന്നു. ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു. ഈ മീറ്റിംഗ് KNM നിശ്ചയിച്ചതാണോ? KJU നിശ്ചിത? ഉടനെ ഞങ്ങളറിയില്ല. എക്സിക്യൂട്ടീവിലാ പറയുന്നത്. വിളിച്ചാലും സംഘടിപ്പിച്ചവർ മീറ്റിംഗിലുണ്ട്, അവരവിടെ ഉണ്ട്, ഞങ്ങളറിയില്ല. അപ്പൊ എന്താ അടുത്ത് ചെയ്ത്, ചോദ്യം ചെയ്ത ആളുകൾക്കെതിരെ ഈ മീറ്റിംഗിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുറഹ്മാൻ സലഫിയുടെ മഴവെയ്യൽ പ്രസംഗം. അങ്ങനെ പോകുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ മീറ്റിംഗ് ചേർന്നത്. അതിനിങ്ങനല്ലല്ലോ ചേരേണ്ടത്. വീണ്ടും മറുപടി, അങ്ങനെ മീറ്റിംഗ് ചേരണമെങ്കിൽ അബ്ദുറഹ്മാൻ സലഫി KJUന്റെ സെക്രട്ടറിയാണ്, അബ്ദുറഹ്മാൻ സലഫി KNMന്റെ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് സംഘടനാപരമായി വിളിക്കാവുന്നതേ ഉള്ളൂ. എന്തിനാ ഈ രൂപം സ്വീകരിക്കേണ്ട കാര്യം? അതിനും മറുപടിയില്ല. അത് കഴിഞ്ഞ് ഇന്നത്തെ ഇസ്ലാഹി കേരളത്തിന്റെ കാരണവരെന്ന് പറയാൻ പറ്റുമെങ്കിൽ അതിൽ ഏറ്റവും മുതിർന്ന ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി, അദ്ദേഹം ഈ വിഷയത്തിൽ വിഷമിച്ചു. അദ്ദേഹം KNMന് ഒരു കത്തെഴുതി, ഈ ഗ്രൂപ്പ് മീറ്റിംഗിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഞങ്ങളുടെ ജില്ലയിലെ KJU ആദർശ വിഷയത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ മീറ്റിംഗ് എന്നെപ്പോലെയുള്ള വളരെ എളിയ പ്രവർത്തകർ, അല്ലെങ്കിൽ അത്ര തന്നെ പാരമ്പര്യം പ്രായം കൊണ്ടില്ലാത്ത പ്രവർത്തകർ മാത്രമല്ല മീറ്റിംഗിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. AP അബ്ദുൽ ഖാദർ മൗലവിയേക്കാൾ പ്രായമുള്ള കരുവള്ളി മുഹമ്മദ് മൗലവി കത്തെഴുതി KNMന്, ആ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാര് ഞങ്ങളുടെ ജില്ലയില് KJU വിഷയത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറം ഈസ്റ്റ് ജില്ല KNM കത്തെഴുതി ഈ യോഗത്തെക്കുറിച്ച് അന്വേഷിച്ച് അത് സംഘടിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. ഈ കത്തവിടെ കിട്ടി. നടപടിയെടുക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ സംഭവിക്കുക, നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നവർ പുറത്തായി പോകും. അതുകൊണ്ട് ആർക്കെതിരില്ല നടപടി, അതുകൊണ്ട് അതങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഒരു ശിക്ഷ കൊടുക്കണമല്ലോ. ഞാനൊരു മീറ്റിംഗ് വിളിച്ചാൽ ആ മീറ്റിങ്ങിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരാ ഉള്ളത്? കരുവള്ളിയോ? എങ്കിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്, കരുവള്ളി KNM എക്സിക്യൂട്ടീവ് ഔട്ട്. കരുവള്ളില്ല, അദ്ദേഹം പുറത്തായി. ഈ വിവരം സഹോദരങ്ങളെ കേരളത്തിലെ മുജാഹിദുകൾക്ക് പലർക്കും അറിയില്ല. കരുവള്ളി എക്സിക്യൂട്ടീവിലില്ല, പലർക്കും അറിഞ്ഞൂടാ. ജിന്നായിട്ടാ, ജിന്നിനോട് തേടിയിട്ടാ? അല്ലല്ലോ. KNM ഇലക്ഷനുകൾക്ക് നേതൃത്വം കൊടുത്ത, വിദ്യാഭ്യാസ ബോർഡ് നയിച്ച് ഇന്ന് KNMന്റെ ഭാരവാഹിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി എക്സിക്യൂട്ടീവ് പുറത്ത്. അത് കഴിഞ്ഞു.
നാൾവഴികൾ പറയാൻ നമുക്ക് സമയമില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുന്നത്, ഇതോടുകൂടി KJU വിശദീകരണങ്ങൾ തുടങ്ങുകയാണ്. എല്ലാ സ്ഥലത്തും വിശദീകരണം, ഏകപക്ഷീയമായ വിശദീകരണം. പക്ഷേ ജമിയത്ത് എടുത്ത തീരുമാനം അവിടെ പറയുന്നില്ല. 28/10/2011 മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചൊരു ഗൂഢസംഖ്യ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മഞ്ഞ ബുക്കുണ്ട്. മുമ്പ് അബ്ദുറഹ്മാൻ സലഫിയുടെ ആദർശ വിശദീകരണം കൊയിലാണ്ടി എന്ന് കേട്ടവർ ഈ സദസ്സിലുണ്ട്. മഞ്ഞ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഈ നീല പുസ്തകത്തിൽ KJUവിന്റെ തീരുമാനങ്ങൾക്കെതിരായി എന്നൊക്കെ പറഞ്ഞ് ഈ മഞ്ഞ ബുക്ക് കൊണ്ട് പൊന്തുന്നില്ല. അബ്ദുറഹ്മാൻ സലഫി മഞ്ഞ ബുക്ക് ഇങ്ങോട്ട് വരുന്നില്ല. മഞ്ഞ ബുക്ക് മിണ്ടുന്നില്ല. KKPനെ പറ്റി മിണ്ടുന്നില്ല. കമാനോ. പിന്നെന്താ, ശിർക്കാരോപണം ശക്തമായിട്ട് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞു പോകുന്ന ആൾക്കാർ, ജിന്നിനോട് തേടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമ്മൾ ആ യൂണിറ്റിൽ ഒരു വേണ്ടട്ടോ. അങ്ങനെ വണ്ടിയിൽ തിരിച്ചു പോകുന്ന ആൾക്കാർ രണ്ടായിട്ട് പോകണം. അതാണ് KJU വിശദീകരണത്തിന്റെ മിനിമം അജണ്ട. ഇതൊന്ന് ശക്തി കൂട്ടണം. അതിനാണ് സംയുക്ത കൗൺസിൽ വിളിച്ചു ഇടവണ്ണയിൽ. ആ സംയുക്ത കൗൺസിലിൽ വെച്ച് ശിർക്കാരോപണം ഔദ്യോഗികമായിട്ട് പറയാൻ തുടങ്ങി. കത്തിൽ എന്താ ഉള്ളത്? ഈ കത്ത് കാണിച്ചാലേ ഉള്ളിൽ കയറാൻ പറ്റുന്നു. അപ്പൊ അത്രയും രഹസ്യ സ്വഭാവ. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് സംയുക്ത കൗൺസിലിൽ ചെയ്ത പ്രസംഗങ്ങൾ മടവൂരികൾ ക്ലിപ്പിടുന്നു. നേരത്തെ നിയമത്ത് ഫാറൂഖിന്റെ പറഞ്ഞതുപോലെ അതെങ്ങനെ ഇവർക്ക് കിട്ടി? നോക്കുമ്പോൾ സാധാരണ അവിടെ ഈ ക്യാമറ വെച്ചു. പല സ്ഥലത്തും നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ക്യാമറ പിടിക്കുക. ഇതൊരു മുസ്ലിമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടവണ്ണയിലുള്ള നമ്മുടെ പ്രവർത്തകനല്ലാത്ത ഒരാളെ കൊണ്ടാണ് അവിടെ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞു മടവൂരികൾ ക്ലിപ്പിടാൻ തുടങ്ങി നമ്മുടെ കൗൺസിലിന്റെ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയുടെ സ്വന്തം ജ്യേഷ്ഠൻ M. അബ്ദുള്ള സുല്ലമി, അദ്ദേഹം KNMന്റെ സംസ്ഥാന കൗൺസിലർ കൂടിയാണ്. അദ്ദേഹം രേഖാമൂലം KNMന് പരാതി കൊടുത്തു. ഈ CD കൊടുത്തതിന്റെ പിന്നിൽ എന്റെ അനിയൻ കൂടിയായ അബ്ദുറഹ്മാൻ സലഫിയാണ്. എന്നാ പിന്നെ ഒന്ന് അന്വേഷിച്ചൂടെ? അന്വേഷണമല്ല. അപ്പോ ഈ CD മടവൂരികൾക്ക് കിട്ടി. അവർ നാടോകെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത കോലത്തിൽ മുജാഹിദ് പ്രവർത്തകരെത്തിച്ചു. ഇങ്ങനെ എലക്ഷൻ വരുന്ന സന്ദർഭത്തിൽ ഒരാദർശ പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി നടന്ന എലക്ഷനുകൾ, അതിന്റെ കഥകൾ പുറത്തു വരാനിരിക്കുന്നേയുള്ളൂ. എന്തെല്ലാം കളികൾ, വളരെ മോശമായ അവസ്ഥകൾ. ചുങ്കത്തറയിൽ അവിടെയുള്ള ആൾ മുഴുവൻ, സുഹൈർ ചുങ്കത്തറ അടക്കമുള്ള ആൾക്കാർ പുറത്ത്, മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. വേറെ കുറച്ച് ആൾക്കാർ വേറെ സ്ഥലത്ത് പോയി മീറ്റിംഗ് ചേർന്ന് അവിടുന്ന് ഒപ്പിട്ട് KNMന് കൊടുക്കുക. നടക്കാത്ത ഇലക്ഷൻ നടന്നു എന്ന് പറയാ. എല്ലാ കൃത്രിമത്വങ്ങളുടെ ഘോഷയാത്ര എങ്ങനെയെങ്കിലും KNM പിടിച്ചെടുക്കണം. ഈ രൂപത്തിൽ എലക്ഷൻ സമയത്ത് ഒരു തന്ത്രമായി ശിർക്കാരോപണം കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ KJU തീരുമാനമോ? എലക്ഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഇറക്കിയ പുസ്തകത്തിൽ ഒരു സത്യം വന്നുപോയി. എന്താ സത്യം? അതിന്റെ 19ാമത്തെ പേജ് പറയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിമർശകർ എക്കാലഘട്ടത്തിൽ കട്ടുമുറിച്ചു, അങ്ങനെ പല ആരോപണം ഉന്നയിക്കാറുണ്ട്. ആ ആരോപണങ്ങളിൽ അവസാനത്തേതാണ് മുജാഹിദുകൾ ജിന്നുകളോട് തേടുന്നവരാണെന്ന ആരോപണം. അപ്പൊ അത് ആരോപണമാണ്. ആരാ പറയുന്നത്? KJU ജിന്ന് സിഹർ റുഖിയ ഷറയ്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 19ാമത്തെ പേജിൽ. തീർന്നില്ല, വൈജ്ഞാനിക ചർച്ചകളെ തടഞ്ഞു വെച്ചു, സമ്മതിച്ചില്ല ചർച്ച ചെയ്യാൻ. അവസാനം വന്നാൽ പിന്നെ അമാനി മൗലവി ജിന്നുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു നമുക്കൊരു ബുക്കാക്കാന്ന് പറഞ്ഞു. അതിന്റെ എഡിഷൻ 2012 പോലും ഇറങ്ങി. അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, മടവൂർ വിഭാഗം ഉന്നയിച്ച ആരോപണം മുജാഹിദുകൾ ജിന്നിനോട് തരുന്നത് അത് വല്ലാത്തൊരു ആരോപണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണം ബുഹ്താനുൽ അലീം, വമ്പിച്ച ദുരാരോപണമാണ്, ഗൗരവമേറിയ ദുരാരോപണമാണെന്ന് ആ പുസ്തകത്തിൽ പോലുണ്ട്. അപ്പൊ KNMന്റെയും KJUന്റെയും നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നിനോടോ അല്ലാത്തവരോട് തേടുന്ന ഒരാളുമില്ല എന്നതാണ് രേഖാമൂലം എപ്പോഴും നിലപാട്. പക്ഷേ അങ്ങനെയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന നിലപാടുകൾ. അത് കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ പിന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കുന്നു. ഈ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചതിന് ചരിത്രത്തിലില്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? KPയുടെ കാലം മുതൽ സംഘടനാ സെറ്റപ്പ് ശരിയായത് മുതൽ സമ്മേളനം പ്രഖ്യാപിക്കുക സംയുക്ത സെക്രട്ടേറിയറ്റോ സംയുക്ത എക്സിക്യൂട്ടീവോ ആണ്. ആദ്യം എന്ത് ചെയ്തു? 5/6/2011 മീറ്റിംഗിന് എക്സിക്യൂട്ടീവ് ചോദ്യം ചെയ്തതോടുകൂടി
ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു, ഇനി എക്സിക്യൂട്ടീവിൽ ISM MSM വേണ്ട, നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ വിളിച്ചോളും, നിങ്ങൾ വരണ്ടായിരുന്നു. വന്നാൽ പിന്നെ നിങ്ങൾ ചില കാര്യമൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പം അതൊക്കെ അതിനൊക്കെ മറുപടി അറിയാൻ ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട. അങ്ങനെ എല്ലാവരും അറിഞ്ഞതുപോലെ ISM MSM ഘടകങ്ങൾ അറിയാൻ സമ്മേളനം ഉണ്ടെന്ന്. എന്നിട്ട് അവർ അറിഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ പിന്നീട് ഒരു മീറ്റിംഗ് ചേരുകയാണ്. മുമ്പ് അങ്ങനെയല്ല, കമ്മീഷൻ നിശ്ചയിക്കും, അതിൽ ISM ഉണ്ട് MSM ഉണ്ടാവും, സ്ഥലം എവിടെ, ഡേറ്റ് എന്ത്, ഇതൊക്കെ ഒന്നിച്ചാ തീരുമാനിക്കൽ. അപ്പോൾ ISM-നെയും MSM-നെയും സംയുക്ത എക്സിക്യൂട്ടീവിലേക്ക് ക്ഷണിക്കുന്നതിനെ നിർത്തി. അത് കഴിഞ്ഞ് സമ്മേളനത്തിലേക്ക് പോവുകയാണ്. സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഘടകങ്ങൾ ചില ആളുകൾ അവരുടെ ഈ ദീനിയായ മുന്നേറ്റത്തെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു കുറ്റവും ഒരു ചാർജ് ഷീറ്റും കൊടുക്കാനുമില്ല. അപ്പൊ എന്ത് ചെയ്തു? ചാർജ് ഷീറ്റ് ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യം, സമ്മേളനത്തിൽ സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ ISM-ന്റെയും MSM-ന്റെയും ഭാരവാഹികളെ മുഖ്യസ്ഥാനത്തൊന്നും കൊടുത്തില്ല. മുഖ്യസ്ഥാനം കിട്ടാൻ വേണ്ടി പറയല്ല, കൊടുത്തില്ല. നമുക്കറിയാം ചങ്ങനകുളം സമ്മേളനം ദൈവത്തിന് ചുമതല TK അഷ്റഫിനായിരുന്നു. സാൽവേഷൻ അത് സ്വാഭാവികമായി വിദ്യാർത്ഥികൾ യുവാക്കളാണ്, ഓടി നടക്കേണ്ട വകുപ്പ് കൊടുത്തില്ല. സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ഫിനാൻസ് കമ്മിറ്റി വൈസ് ചെയർമാൻ, TK അഷ്റഫ് പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ. അപ്പൊ എന്താ പരിപാടി? പ്രധാന മീറ്റിംഗ് നമ്മൾ അഷ്റഫ് ഇല്ലേ, എന്ത് ചെയ്യാനാ, കുട്ടികൾ ഇങ്ങനെ ഒരു സഹകരണവും ഇല്ല. ഓന് വരാൻ പറ്റുമോ? മീറ്റിങ്ങിന് വരേണ്ടത് ആരാ? ചെയർമാനും കൺവീനറും ജോയിന്റ് കൺവീനറും കൂടെ വരാൻ പറ്റുമോ? വരാൻ പറ്റൂല. അല്ല, ഷാക്കിർ എവിടെ പോയി? അപ്പൊ എന്താ ചെയ്യാ? കുട്ടികൾ ഇങ്ങനെ ആയതല്ലേ, അങ്ങോട്ട് വരാൻ പറ്റൂല. വൈസ് ചെയർമാനാ. താജുദ്ദീനെ കൊണ്ടുവച്ച് കണ്ടിട്ട് പിന്നെ ക്യാമ്പസ് കൺവീനർ, MSM-ന്റെ ഫീൽഡിലേക്കൊന്നും പോകണ്ടല്ലോ, ക്യാമ്പസ് കൺവീനർ. ഇങ്ങനെ എല്ലാരെയും അവിടെ ഇവിടെയും കൊണ്ടിട്ടു. അപ്പൊ ഈ മീറ്റിംഗ് വരുമ്പോൾ അതാണ് പ്രശ്നം. സമ്മേളനത്തിൽ പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റിയ വേണ്ടി പ്രസംഗിക്കലല്ലേ, നാടൊന്നാകെ പ്രസംഗം, ഒന്നാകെ പ്രസംഗം. അപ്പൊ കുടുങ്ങി. അല്ല, അങ്ങനെ മീറ്റിങ്ങിലില്ലെങ്കിലും അവിടെ കുട്ടികൾക്ക് പ്രസംഗിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയും. പിന്നെ ഇവരുടെ കയ്യിൽ കൊടുത്ത വകുപ്പ്, ഉദാഹരണമായിട്ട് പിന്നെ ക്യാമ്പസ് അതിന്റെ അംഗീകരിച്ചൊരു രൂപരേഖ ഉണ്ട്. അതിന്റെ ചെയർമാൻ ഞാനാ, കൺവീനർ താജുദ്ദീനാ. 50 എക്സിബിഷൻ ക്യാമ്പസിൽ നടത്തണം. അത് എത്താൻ നേരത്ത് വേണ്ട, അതിന്റെ പണി തുടങ്ങുമ്പോൾ വേണ്ട പറയും. ക്യാമ്പസ് വിങ് ഒന്നും ചെയ്യുന്നില്ല, വേണ്ടെന്ന് പറഞ്ഞത്. ആ സമയമാകുമ്പോൾ പറയും പറ്റൂല അറിയാം. അപ്പൊ അങ്ങനെ ഒന്നും പോരല്ലേ, സജീവല്ലല്ലേ എന്നിങ്ങനെ ഒരു ധാരണ വിശിഷ്യ ഉമറാക്കളുടെ അടുത്ത്. ഇപ്പൊ PK ഒക്കെ വരുമ്പോ എന്താ PK ചെയ്യും? അഷ്റഫ് വരുന്നില്ല, അങ്ങനെയല്ലേ ആത്മാർത്ഥ. PK എല്ലാവരോടും പറയും, ഇനി കുട്ടിക്ക് പൈസ കൊടുക്കണം കേട്ടോ, നമ്മളിങ്ങനെ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ടാ ഒരു MSM-ന് എന്തെങ്കിലും ക്യാമ്പ് എടുത്ത സമ്മേളനത്തിന് നിങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ മുന്നോട്ട് പോയി. പ്രോഗ്രാം വന്നപ്പോൾ എന്ത് ചെയ്തു? ഇഷ്ടമല്ലാത്ത എല്ലാവരെയും ഒക്കെ ഒന്നായിട്ട് ജിന്നായിപ്പോയി. കംപ്ലീറ്റ് 10-50 പ്രസംഗർ പ്രോഗ്രാമിനില്ല. അപ്പൊ വിചാരിച്ചത് പ്രോഗ്രാമിനില്ലെങ്കിൽ എന്നാ പിന്നെ ഞങ്ങളാരും സഹകരിക്കൂല എന്ന്. ഇത് പ്രോഗ്രാം കിട്ടാനാ പ്രസംഗിക്കല്? പ്രസംഗത്തോട് പ്രസംഗം, എല്ലാവർക്കും പ്രസംഗം. കോഴിക്കോട് സിറ്റിയിൽ അടക്കെ ഞങ്ങളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും അവസാനം മടവൂരികൾ വരുമ്പോൾ കേമലിന്റെ ഫത്വയും വായിക്കും. അപ്പൊ പറയൂ, മടവൂരികളേന്ന് വിളിച്ചിട്ടോ നമ്മളാ പറയുന്നതെന്ന് പറയും. മടവൂരികളേന്ന് വിളിക്കുക. മടവൂരികളെ, കേമൗലവി അന്ധവിശ്വാസിയാണോ? ജിന്നു ബാധിക്കുന്ന കേനമിന്റെ 1ാമത്തെ പ്രസിഡന്റ് അല്ലേ പറഞ്ഞത്? മടവൂരികളെ ചില ആൾക്കാർക്ക് നമ്മളെ പറ്റിയാണല്ലോ പറഞ്ഞത്. എന്നോട് MM അക്ബർ സാഹിബ് ചോദിച്ചു, സലീമെ എന്നെ പറ്റി ഒരു പരാതി ഉണ്ട്, ഇങ്ങനെ മടവൂരികളേന്ന് വിളിച്ചിട്ട് കേനമിനെ പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അക്ബർ സാഹിബേ, ഞാൻ മടവൂരികളേന്ന് വിളിക്കുന്നത് നിർത്തണോ അതോ മടവൂരിസുള്ള ആൾക്കാരത് ഒഴിവാക്കണോ? എന്താ ചെയ്യേണ്ടത്? ഇവര് ജിന്നുവാദ ശിർക്കാന്ന് പറയുമ്പോൾ അതല്ല ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതിന് അന്ധവിശ്വാസത്തിലെ ചികിത്സ അല്ല നടത്തേണ്ടത്, അതിന് റുഖിയ ശരഈ അത് ജമീഅത്തുൽ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പോ പ്രഭാഷകർ ആരും പിൻവാങ്ങിയ ശക്തമായ പ്രവർത്തനം. അപ്പൊ പിന്നെ പ്രോഗ്രാമിനൊന്നുമില്ലെങ്കിൽ സമ്മേളനത്തിന് വരികയുണ്ടാവില്ല. നമ്മളൊക്കെ പോയി ആൾ കുത്തിരുന്ന് കൊടുത്തു. ആരിഷ് ഷെരൂരിന്റെ മുഖത്തൊക്കെ ഒരു നോട്ടം. ഓനാരാ? KJU മടവൂരി ചാരനാന്ന് പ്രഖ്യാപിച്ച ആളാ. ഓൻ ഭയങ്കര ഒരു ബാഡ്ജൊക്കെ കുത്തിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ചെന്നോട് ചോദിച്ചല്ല, ഓന്റെ മുഖം കൊണ്ടേ. ഓനെതിൽ പ്രസംഗിച്ച എന്റെ കയ്യിൽ ബാഡ്ജ് ഇല്ല. അപ്പൊ ഓ അങ്ങനെ ബാഡ്ജൊക്കെ ഉണ്ട് എന്നുള്ള ആ അർത്ഥത്തില് മുജാഹിദ് ബാഷേരി സാഹസിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നു പ്രസംഗം കേൾക്കാൻ. അപ്പൊ ഇവര് വിചാരിച്ച് നമ്മളാരും ബൈക്ക് തന്നെ പോലാന്നാ, അവിടെയും കുടുങ്ങി. അപ്പൊ പിന്നെ ഈ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ പ്രസ് ഇൻഫർമേഷൻ സജ്ജാദിന്റെ കയ്യിലാണ്. അവന് കൺവീനർ സജ്ജാദാ.
സജ്ജാദ് വളരെ സജീവമായി ന്യൂസ് ഒന്നും. അപ്പൊ അല്ലേ സജ്ജാദ് സജീവാണല്ലേ, അപ്പോൾ ഈ സജ്ജാദിനെ പിരിച്ചിടാൻ നിൽക്കുന്നല്ലേ, അപ്പൊ സജ്ജാദ് സജീവാൻ പാടില്ലല്ലോ. അപ്പൊ സജ്ജാദ് സമ്മേളനത്തിന്റെ അടുത്ത ദിവസം വരുമ്പോൾ 4 വളണ്ടിയർമാർ നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ നിരീക്ഷണം, അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവനെ സജ്ജാദ് പുറത്തുനിന്ന് അല്ല, സജ്ജാദും പോയി. ഈ സമ്മേളനത്തിന്റെ പീക്ക് ടൈമിൽ ഈ കുട്ടികൾ ഇങ്ങനെ കളിച്ചാൽ ഇവരൊക്കെ വെച്ചെടുക്കുന്ന നിങ്ങളെ പറയേണ്ടി. ശരിയാകുന്നുണ്ട്. ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഈ കഴിഞ്ഞ സമ്മേളനങ്ങളുടെ സ്വാഗത സംഘവും ഈ സമ്മേളന സ്വാഗത സംഘം എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ എല്ലാ സമ്മേളനം എടുത്തു നോക്കിയാൽ മതി. അപ്പൊ ഒരു കാരണവുമില്ല ഒഴിവാക്കാൻ. അപ്പൊ കാരണം ഉണ്ടാക്കലായി. അപ്പോ പിന്നെ സമ്മേളനത്തിലേക്ക് എത്തി. നമുക്കറിയാം ഹുസൈൻ സലഫി ഭയങ്കര അപരാധം ചെയ്തു. ഹുസൈൻ സലഫി പറഞ്ഞു, നിങ്ങൾ ഭിന്നിക്കല്ലേ, മനുഷ്യന് ഭിന്നിപ്പിക്കാൻ വേണ്ടി പണിയൊക്കെ എടുത്തിട്ട് ഇച്ചങ്ങാടി ഭിന്നിക്കരുത്. ഇവരൊക്കെ ഇവിടെ പിടിച്ചു കയറ്റിയത് ആരാ? അപ്പൊ ഉദ്യോഗസ്ഥൻ പറയും വേറെ വേദി നോക്കാം. എടെ ഒരതിഥിനെ വേദിയിൽ ഇരുത്തിട്ട് വേറെ വേദി നോക്കാം. അപ്പോ പരസ്യമായിട്ട് ഒരു പ്രശ്നം മൂപ്പര് പ്രോഗ്രാമിലുണ്ടോ? അബ്ദുറഹ്മാൻ സലഫി ഇല്ല. അങ്ങനെ കയറാൻ പറ്റുമോ? അത് ചോദിച്ചാൽ ഓൻ പുറത്താവും. അതുകൊണ്ട് സംഘടനാ വിരുദ്ധാണ് അല്ലേ? ഈ രൂപത്തിൽ സമ്മേളനത്തിലൂടെ പിളർപ്പ് പ്രഖ്യാപിച്ചു. അവസാനം സമാപന സമ്മേളനത്തിൽ അടുത്ത ദിവസങ്ങളിൽ ചില മാറ്റങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ISF MSനൊക്കെ പിരിച്ചുവിടും. അമ്മമ്മക്കൊരു സാഹിബ് ഈ നവോത്ഥാനത്തിന്റെ കൈത്തിരി ഏറ്റെടുക്കാൻ ആരുണ്ട് പറഞ്ഞാൽ നിങ്ങൾ പിരിച്ചിടാൻ വേണ്ട ആരുണ്ട്? മൂപ്പര് പറയല്, മൂപ്പരോട് യായ്പാത വെച്ചാൽ ഈ അതിനെപ്പറ്റി അറിഞ്ഞൂടാ. അതൊക്കെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും, ഞാൻ അതിലൊന്നും ഇടപെടില്ല. ആയിക്കോട്ടെ. പക്ഷേ മൂപ്പര് പെട്ടെന്ന് വിഷയം പഠിച്ച് സമ്മേളനം ആകുമ്പോൾക്ക് വിഷയം പഠിച്ചു പറഞ്ഞു. പിന്നെ വിഷ്ണു ഒരു ജിന്നാണെന്ന് വന്നാൽ ഹാലറുള്ള വിഷ്ണുവിനോട് ചോദിച്ചാൽ ആ കുട്ടികൾ അറിയാണ്ട് തിരിച്ചു. അക്ബർ സാഹിബ് എന്താ പറയുന്നത്? വിഷ്ണു എന്ന് പറഞ്ഞാൽ ഹൈന്ദവരുടെ ഒരു സാങ്കല്പിക കഥാപാത്ര. ജിന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സൃഷ്ടിയാ. അത് ഇവിടെ ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഈ ഖുർആൻ കൊണ്ടും ഹദീസും കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ ഹൈന്ദവരുടെ സാങ്കല്പിക ദൈവമായിട്ട് മൂപ്പരിതാക്കിയിട്ട് പിന്നെ ശിർക്കാരാണ് മൂപ്പർ അങ്ങോട്ട് നടത്തി. അപ്പോ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകരത് പ്രാവർത്തിയാക്കി. ഈ കൈത്തിരി ഏറ്റെടുക്കാൻ ആരുണ്ട് എന്നല്ല ചോദിച്ച്, നിങ്ങൾ അങ്ങോട്ട് മാറിക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നിച്ച് ഓഫ് ട്രൂത്ത് ഓലങ്ങ് ഏറ്റെടുത്തു. അപ്പൊ മൂപ്പര് നോക്കുമ്പോൾ അപ്പുറത്തും കുട്ടികളില്ല അപ്പുറത്തും കുട്ടികളില്ല. കുട്ടികളൊക്കെ പോയി ആ കൈത്തിരി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ കൈത്തിരി നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ ഏറ്റെടുത്തു. അപ്പോ MM അക്ബർ സാഹിബ് അല്ല ആരായിരുന്നാലും ആദർശല്ലെങ്കിൽ ആദർശത്തിനെതിരെ നിന്നാൽ അപ്പൊ ശരിക്കും സംഘടന ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉറക്കത്തു സംഘടന എന്ന് എല്ലാവരും പറയല്. നമ്മളൊക്കെ സംഘടനാ ക്ലാസ് എടുത്ത ആൾക്കാരാ. പക്ഷെ എന്തിനാണ് സംഘടന എന്ന് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. API നമ്മളൊക്കെ ഒരു ഉദാഹരണം പഠിപ്പിച്ചത്. ഒരാളെ കയ്യിൽ ഒരു മെഴുകുതിരി കൊടുത്തു. എന്നിട്ട് ആ മെഴുകുതിരി കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു ഈ മെഴുകുതിരി കെട്ടുപോകാൻ നോക്കണം എന്ന് പറഞ്ഞു. കെട്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അയാൾ ഇങ്ങനെ മെഴുകുതിരിമേൽക്ക് നോക്കി കാണുമ്പോൾ ഈ കുണ്ടിൽ വീണു. അപ്പൊ മെഴുകുതിരി എന്തിനേയും കൊടുത്തത്? അതുപോലെ സംഘടന എന്ന് പറഞ്ഞു ഈ കുണ്ടിൽ വീണു. സംഘടന എന്ന് പറഞ്ഞ സംഘടന എന്തിനാ? ആദർശ പ്രബോധനത്തിനാ, ആദർശത്തെ സംരക്ഷിക്കാനാ. അത് കയ്യിൽ നിന്ന് പോയി. ചോദിക്കുകയാണ് സമ്മേളനത്തിൽ വെച്ച് ഹുസൈൻ സലഫി പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെതിരിൽ ഹദീസ് ഓതി. ഇപ്പൊ ടീപ്പിന്റെ വക ആരാണ് ഇവിടെ ഇടത് കൈകൊണ്ട്? വേദിയിലുണ്ട് ആള്. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആള് വേദിയിലുണ്ട്, വെള്ളം കുടിക്കുന്ന ആള് വേദിയിലുണ്ട്. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നു. ചില കുട്ടികളൊക്കെ അതാ നിൽക്കുന്നതാണ്. ആരാണ് ഇവിടെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുള്ളതെന്ന്. അപ്പൊ മൂപ്പർക്ക് ഈ ഹദീസ് മൂപ്പർക്ക് എതിരില്ലാന്നാ തോന്നി. ഈ തരത്തിൽ സമ്മേളനത്തോടു കൂടി രണ്ടാക്കുക എന്ന പ്രഖ്യാപനം. അത് കഴിഞ്ഞ് സമ്മേളനം കഴിഞ്ഞ് ജനുവരി 6-ാം തീയതി തസ്ലീം എന്ന് പറയുന്ന MSMന്റെ ഒരു സജീവ പ്രവർത്തകൻ ഒരു അപകടത്തിൽ മരണപ്പെട്ട അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കാരം നടക്കുകയാണ്. ജാമിയയിലെ കുട്ടികൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പോകാൻ അനുവാദം കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ നമ്മുടെ സമ്മേളന പന്തലിൽ വളണ്ടിയർമാരെ അഭിനന്ദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു മീറ്റിംഗ്, അതിനാ മീറ്റിംഗ് വിളിച്ചത്. ആ മീറ്റിങ്ങിൽ അഭിനന്ദിക്കാനല്ല, അവിടുന്ന് പറയാണ് ISM MSM ഒക്കെ പിരിച്ചുവിടും. ഇനി നിങ്ങൾ ഈ വളണ്ടിയർമാർ നിങ്ങൾ ആരെ കൂട്ടത്തിൽ നിന്ന് പ്രസിഡന്റാൻ പറഞ്ഞാൽ നിങ്ങൾ പ്രസിഡന്റ് ആണോ, നിങ്ങൾ സെക്രട്ടറി ആണോ. ഈ കാര്യമൊക്കെ അറിയാൻ കുട്ടികൾ മെസ്സേജ് അയക്കുക, ഇവിടെ വളണ്ടിയർ മീറ്റിംഗ് ഒന്നും അല്ലട്ടോ, ഇത് പിരിച്ചുവിടാൻ പോവുക, ഞങ്ങളോടൊക്കെ ഭാരവാഹിയാൻ പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഒരാൾക്കാരാണ്. കുട്ടികളെല്ലാ സ്ഥലത്തും മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ വെച്ച് പിളർപ്പുണ്ടാകും. ISMനെ പിരിച്ചുവിടും, MSMനെ പിരിച്ചുവിടും. ഇനിയിപ്പോൾ ISMന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അപ്പൊ ഒരു മീറ്റിംഗ്, ഒരു 24/9 ഒരു മീറ്റിംഗ്.
പിന്നെ 30/9 അടുത്ത മീറ്റിംഗ് ജാമിയ നദിവിയിൽ വെച്ച് മീറ്റിംഗ് വിളിച്ചു. ISM ഒന്ന് ശരിയാക്കാനുള്ള 5-6 KM ഏകദേശം ഒരു പരുവത്തിലായല്ലോ, ഇനി ISM ശരിയാക്കണം. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ISM അങ്ങനെയാണ്, ധിക്കാരം കാണിച്ചു, സമ്മേളനത്തിൽ സജീവമായില്ല, സമ്മേളനത്തിന്റെ വകുപ്പുകൾ അങ്ങനെയാക്കി, ഇങ്ങനെ ഭയങ്കര പ്രസംഗം. അപ്പോൾ ചോദിച്ചു എന്നാ പിന്നെ ഏതാ പിരിച്ചിട്ടാ പറയുന്നത് വെച്ച്. അങ്ങനെ പിരിച്ചിടാൻ പറ്റൂല, എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അപ്പം നിങ്ങൾ കുറച്ച് കൗൺസിലർമാരെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ISM ഇങ്ങനെ വിട്ടാൽ ശരിയാവും, നിങ്ങളൊന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ അപ്പം ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. അപ്പം ഉണ്ട് 7-ാം തീയതി ISM സംസ്ഥാന കൗൺസിൽ. അപ്പം ആ കൗൺസിലിൽ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊടുത്ത് വിട്ടു. കൗൺസിൽ വന്ന് പിന്നെ KJന്റെ തീരുമാനം അംഗീകരിക്കട്ടോ പറഞ്ഞിട്ട് കൗൺസിൽ തുടങ്ങിയാൽ മതി. ഇത് സാധാരണ ഇല്ലാത്തൊരു വിരല ചൂണ്ടലൊക്കെ. അപ്പം ഇവിടുന്ന് കിട്ടിയ ആവേശാണേ. ശരി ആയിക്കോട്ടെ, അതൊക്കെ എല്ലാത്തിനും പോപ്പുണ്ട്, ഇരിക്കുന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടികളുടെ മനസ്സിലെന്താ, KJU തീരുമാനത്തിനെതിരാണ് ISM എന്നാ കുട്ടിയുടെ മനസ്സിലുള്ളത്. ടി കാശ് വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. വിജനപ്രദേശത്താകട്ടെ ജനപ്രദേശത്താകട്ടെ യാ ഇബാദല്ലാ എന്നല്ല യാ അള്ളാ എന്നാ വിളിക്കേണ്ടി. അപ്പൊ ആൾക്കാർ യാ അള്ളാ എന്നാ വിളിക്കേണ്ടി. അപ്പൊ പിന്നെ സെൽഫിയെ പറഞ്ഞതോ വീണ്ടും ടി കാശ് വിശദീകരിക്കാൻ തുടങ്ങി. അവസാനം 6 ആള് ബാക്കിയായി. ഇത് നേതൃത്വം കൊടുക്കാൻ ഇപ്പം അബ്ദുറഹ്മാൻ സലഫിന്റെ അഡ്ഹോക്കിന്റെ പ്രസിഡന്റായ മജീസുലായിട്ട് മൊബൈൽ ഇങ്ങനെ പിടിക്കുന്നു, ഒച്ച ഉണ്ടാക്കുന്ന രംഗേ. അപ്പോൾ ഒക്കെ സെൽഫി കാണിച്ചു കൊടുക്കണ്ടോ, ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മൂപ്പരിങ്ങനെ മൊബൈലിൽ പിടിച്ച് അവസാനം 6 ആള് ബാക്കിയായി. ബാക്കി കൗൺസിലർമാരൊക്കെ അവിടെ ഇരുന്നപ്പോഴാണ് ഈ 6 ആളെ ബഹളം ഉണ്ടാക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയത്. ഒരു മാതൃസംഘടനയുടെ പണിയാണോ യുവഘടകത്തിൽ അടിയുണ്ടാക്കാൻ യോഗം ചേരല്? അങ്ങനെ ഒരു കുട്ടി അഷ്റഫിനെ കെട്ടിപ്പിടിച്ച് മാപ്പാക്കണം, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ പിന്നെ ആ യോഗം ഓർക്കെതിരായി. പിന്നെ ഈ മാപ്പ് പറഞ്ഞ കുട്ടികളേക്ക് അതങ്ങനല്ല, ഇങ്ങനെ നിങ്ങൾ ഇനിയൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. അതും കൂടി. അപ്പൊ പിന്നെ ഇതിൽ 6 ആളെ ഒപ്പാ കിട്ടി. 100-200 കൗൺസിലർമാരുണ്ട്. ISM തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നത്? 100-200 കൗൺസിലർമാരുടെ മുമ്പിൽ പറഞ്ഞു ഒരു പാനൽ ഇവിടെ ഉണ്ട്, 15 മിനിറ്റ് വേറൊരു പാനൽ ഉണ്ട്. ഒരു കുട്ടിയും പാനൽ കൊടുത്തില്ല. അങ്ങനെ വന്ന കമ്മിറ്റിയാണ്. അപ്പോഴാണ് ഒരു ദിവസം ഇനിയിപ്പോൾ എന്തുകൊണ്ടൊന്നും ശരിയാവില്ല, ISM MSM പിരിച്ചുവിട്ടിരിക്കുന്നു, അഥവാ മരവിപ്പിച്ചിരിക്കുന്നു. ഒറ്റ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ISM അറിയിച്ചോ? ഇല്ല. MSM അറിയിച്ചോ? ഇല്ല. എല്ലാവരും അറിഞ്ഞതുപോലെ അവരും അറിയുന്നു. എന്താ ചെയ്ത തെറ്റ് അതും അറിയില്ല. അങ്ങനെയാണ് മരവിപ്പിച്ച് നിർത്തി എന്ന് പറഞ്ഞത്. ആ മരവിപ്പിച്ച് പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം, മടവൂർ വിഭാഗത്തിന്റെ ISM പിരിച്ചുവിടുന്നതിന് വേണ്ടി മാസങ്ങൾ നീണ്ടുന്ന നടപടിക്രമങ്ങളാണ് ഉണ്ടായി. അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചു, മഞ്ഞ പുസ്തകത്തിന്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ അവസാനം KNM എക്സിക്യൂട്ടീവിൽ 23 ആളുകൾ നടപടി എടുക്കണമെന്നും 9 ആളുകൾ ലഘുവായ നടപടി എടുത്താൽ മതി. അങ്ങനെയാണ് 6 മാസക്കാലത്തേക്ക് അവരെ മാറ്റി നിർത്തുന്നത്. എന്നാൽ അതോ ആ നടപടിക്രമം ഒന്നും പൂർത്തിയാക്കാതെ രണ്ടും അങ്ങോട്ട് മരവിപ്പിച്ചു. മരവിപ്പിക്കുമ്പോൾ ഇവരെ മനസ്സിലൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. ഏതായാലും ഇപ്പൊ കാരണമൊന്നുമില്ലല്ലോ, ഇവരെ മരവിപ്പിച്ചാൽ ഇവർ പത്രസമ്മേളനം നടത്തും. ഞങ്ങളെ മരവിപ്പിച്ചത് ശരിയായില്ല, TK അഷ്റഫ് മാതൃസംഘടന അന്യായം കാണിച്ചു, താജുദ്ദീൻ സലാഹി. 2 ആളും രാവിലെ സ്കൂളിൽ പോയി. എന്താ ചെയ്യുക? പത്രസമ്മേളനം നടത്തിയില്ല, പത്രക്കുറിപ്പും ഇല്ല. പത്രക്കാർ വിളിച്ച് അത് ഞങ്ങൾ പിന്നെ പറയാറുണ്ട്, ഓരോട് ഫോണിലും പറഞ്ഞില്ല. പിന്നെ ഇത് പിരിച്ചിട്ടോല് കുടുങ്ങാണ്, ഇതൊരു കാരണം കിട്ടണ്ടേ. അങ്ങനെ അതോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ജിന്നായി, ഒക്കെ ജിന്ന. അത് കഴിഞ്ഞ് അഡ്ഹോക്ക് ഉണ്ടാക്കണം. അഡ്ഹോക്കിന് 20% ആൾക്കാർ പോലും വിവരറിയില്ല കമ്മിറ്റി ഉണ്ടാക്കുന്ന കാര്യം. ബാക്കി 80% എന്ത് ചെയ്യും? നിങ്ങൾ തെരുവിൽ നടന്നോളി, നിങ്ങൾക്ക് സംഘടന അല്ല. അവിടെയാണ് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ഇവിടെ ആദർശപരമായ തകരാറ് ചില ആളുകൾക്ക് പറ്റിയിരിക്കുന്നു എന്നതിന് ഖുർആനോ ഹദീസോ തെളിവുദ്ധരിക്കാൻ ഈ ആരോപകർക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, KJU ആകട്ടെ ജിന്നിനോട് തേടുന്ന ഒരാളില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആ ആരോപണത്തിന്റെ വിഷയത്തിൽ നേതൃത്വത്തെ അനുസരിക്കുന്ന പ്രശ്നമില്ല. കാരണം ഖുർആനും ഹദീസും അവർ പ്രമാണങ്ങളാ വലുത്. അപ്പൊ എന്തായി? കേരളത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളൊക്കെ നിങ്ങൾ നേതൃത്വം തന്നെ, പക്ഷെ ശിർക്ക് ആരോപണം ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. അതിന്റെ പ്രതിഫലനങ്ങളാണ് പിന്നീട് വന്നത്.
പ്രോഫ്കോൺ നടന്നു. അതേ സമയത്ത് മറ്റൊരു പ്രോഫ്കോൺ പ്രഖ്യാപിച്ചു. ആ പ്രോഫ്കോണോടുകൂടി വിദ്യാർത്ഥികൾ ഒന്നാകെ നിലവിലുള്ള MSMനോടൊപ്പമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി. ജാമ്യയുടെ ബസ് ഇങ്ങനെ നിർത്തി ഇരിക്കുകയാണ് ഇവിടെ JDTന്റെ പുറത്ത്. കാരണം മാർബി കോളേജ് കുട്ടികളാ നിറയെ. എന്നാൽ മലപ്പുറത്ത് ആ പന്തലിനുള്ളിലേക്ക് മറ്റു കുട്ടികൾക്ക് മറ്റ് പ്രായങ്ങൾക്ക് പ്രവേശനം തന്നെ ഒക്കെ പുറത്തു നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ വന്നു. ആയിരങ്ങളുടെ വലിപ്പം പറഞ്ഞത് സത്യത്തിൻ്റെ മാനദണ്ഡമായിട്ടല്ല, മറിച്ച് ഈ വിഷയം വിദ്യാർത്ഥി സമൂഹം കൃത്യമായി മനസ്സിലാക്കി. ആ പ്രോഫ്കോൺ തടയുന്നതിന് വേണ്ടി ബഹുമാന്യനായ AP-യുടെ ഒപ്പോടുകൂടി SP ഓഫീസിൽ നമ്മുടെ അഹമ്മലി മദനി ഓഫ്കോണിൻ്റെ തലേ വ്യാഴാഴ്ച ഒരു 9:30 മണിയാകുമ്പോൾ മുമ്പ് മലപ്പുറത്തെത്തിന് നാണിയാജി എല്ലാം കൂടി കാറ്റ് 10 പോലീസ് ഓഫീസർ ഇങ്ങനെ കുത്തിരിക്കുക. വൈകുന്നേരം 2:35 അവർ പോകുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ട് മുൻപാൻ ഇങ്ങനെ കുത്തിരിക്കുക. ഇതൊന്ന് തടഞ്ഞു കിട്ടിയാൽ മതിയേ. അപ്പൊ പറഞ്ഞത് ആ പ്രോഫ്കോൺ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ കമാൻഡർ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റാറുണ്ടോ? ഒന്ന് വായിക്കുന്ന പറഞ്ഞു. ട്രേഡ് രജിസ്ട്രേഷൻ കൊടുത്തതാ. അതിൽ താഴത്ത് പറയേണ്ടത് രജിസ്ട്രേഷൻ കൊടുത്തു എന്നതുകൊണ്ട് രജിസ്ട്രേഷൻ ആയിട്ടില്ല. ഇതായി തന്നെ ഉണ്ട്. അപ്പൊ ഈ ലിബ്യരായ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി കിട്ടണം. അങ്ങനെ മുടക്കൽ പരിപാടിയുമായി മലപ്പുറത്ത് അൽഹംദുലില്ലാ പ്രോഫ്കോൺ നടന്നു. അപ്പൊ ഞാൻ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിട്ടാലുള്ള അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ആരും കേട്ടണോ പിന്നെ ഇന്ന പ്രഭാഷകന്റെ പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് KNM പറഞ്ഞായിട്ട്? അത് നമ്മൾ പറയില്ല. എല്ലാം കേൾക്കണം, നല്ലത് പിൻപറ്റി നമ്മൾ പറയാം. എന്നാ പറയാൻ സർക്കുലർ സക്കരിയ സ്വലാഹിയുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ഉടൻ മുജാഹിദിൽ എത്തിക്കണം, പങ്കെടുക്കാൻ പാടില്ല, പരിപാടിക്ക് പോകാൻ പാടില്ല. അയ്യയ്യേ, ഇതേതായാലും KNMന്റെ സർക്കുലർ അല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘത്തിന്റെ സർക്കുലറാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ ഉള്ളിൽ നടന്നത് പൊളിറ്റിക്സാണ്. ഇനി കുറെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അല്ല 2012 കാലത്ത് കുറച്ച് ജിന്നിനോട് തേടുന്നില്ല, അത് അന്നൊരു ഇലക്ഷൻ തന്നത് ഈ ആൾക്കാരെന്നെ ഇങ്ങനെ കയ്യും പൊത്തിച്ചിരിക്കും. അത് യാത്രമാൻ സെൽഫി ഉണ്ടാക്കിയ ഒരു വെള്ളമൊക്കെ ഈ എടുത്തിട്ടിങ്ങനെ ആരാ പെടുത്തിരുന്നത്? ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരെങ്കിലും ജിന്നിനോട് തേടുന്നത്? അവിടെ തേടുന്നുണ്ടോ? ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴേ ആരോ തേടുന്നുണ്ടോ എന്ന് ആൾക്കാരെ സംശയിപ്പിച്ചിട്ട് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതിന് കുറച്ച് വിഷയം പഠിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. ഇന്ന് വാദിക്കോ? വിഷയം പഠിക്കാത്തതുകൊണ്ടാണ്. ആ കൺഫ്യൂഷൻ മാത്രം അവിടെ ഉള്ളത്. അവസാനം ഇഹിയാ തുറാസ് കത്ത് കൊടുത്ത് ആ കത്ത് പറഞ്ഞു യാ ഇബാദല്ലാഹ് അയ്നുനി എന്ന ഹദീസ്, ആ ഹദീസിലെ വിളിയിൽ അഭൗതികതയില്ല, അതുകൊണ്ട് അതിൽ ശിർക്കില്ലാത്തത് കൊണ്ടാണ് ഇമാമിങ്ങളൊക്കെ വിളിച്ചത് എന്ന് പറഞ്ഞ് പിന്നെ ജിന്നിനോട് തേടുന്നതിൽ ശിർക്കായതുകൊണ്ട് പിന്നെ ശിർക്കല്ലാത്തതുകൊണ്ട്. ഏതാ ശിർക്കായത്? ദുആ ഉള്ള വിളികളൊക്കെ എന്താണ്? ശിർക്കാണ്. അല്ലാത്തത് ശിർക്കല്ല. നമ്മൾ സാറിനെ പഠിച്ച കാര്യം. അത് ഇയാ തുറാസ് കൊടുത്ത് ഇയാ തുറാസിന്റെ കത്തിന് കൊടുക്കേണ്ട മറുപടി എന്താ? ഞങ്ങൾ ആരുടെ മുമ്പിൽ ആദർശം പണയം വെക്കില്ല, നിങ്ങൾ അയച്ച കത്തിൽ ശിർക്കാകുന്ന വിളിയും ശിർക്കാകാത്ത വിളിയും എന്നുണ്ട്, അതുകൊണ്ട് ഈ കത്ത് ഞങ്ങൾ നിഷ്കരണം തള്ളിയിരിക്കുന്നു. ഞങ്ങൾ സമ്മേളനത്തിന്റെ തിരക്കിലാണ്, പിന്നീട് യോഗം കൂടി അറിയിക്കാം കണക്കായി നിന്നുപോയി. അപ്പൊ അവിടെ ചൂടും ചൂരും ഒക്കെ അവിടെ നിന്ന് കിരാസുലായി പറഞ്ഞ അതേ കാര്യമാണ് കത്തിലുള്ളത്. സൗദിയിൽ നിന്ന് വന്നതും അങ്ങനെ തന്നെ. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം, ജിന്നു സീറു ഒന്നല്ല പ്രശ്നം. ജിന്നു സീറു വന്നതുകൊണ്ട് നമ്മൾ വിഷയം പഠിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഇതൊരു കേവല പൊളിറ്റിക്സാണ്. ഇപ്പൊ സ്വാഭാവികമായി ഇപ്പൊ എന്താ കോഴിക്കോട് എന്തോ വിധിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോഴിക്കോട് സൗത്ത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് മറ്റ് പല ജില്ലകളെ പോലെ വമ്പിച്ച ബഹളമയമായിരുന്നു. ബഹളമയം. ഒരു ബഹളം ഉണ്ടായത് KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ മണ്ഡലത്തിൽ നിന്ന് മൂപ്പര് ഏതായാലും തെരഞ്ഞെടുക്കപ്പെടില്ല. അപ്പൊ TP പറഞ്ഞു ഞാൻ ഒസ്യത്ത് പറഞ്ഞതാണ് മൂപ്പര് കൊണ്ടുവരാന്ന്. അപ്പൊ ഒരു കുട്ടി വെച്ച് ഇങ്ങനെ തറവാട് സ്വത്ത് അത് ഒസ്യത്ത് അറിയാന്? അത് ആ ചോദ്യം ബഹുമാന്യനായ TP കേൾക്കേണ്ടി വന്നു. മൂപ്പര് നേരെ ക്യാമ്പിൽ പോയി കുത്തിരുന്നു. ഒസ്യത്ത് പറഞ്ഞു അത്രേ, നിങ്ങൾ ഒസ്യത്ത് അറിയാതെ നിങ്ങൾ തറവാട് സ്വത്താ എന്ന് ഒരു കൗൺസിലർ ചോദിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ ബഹളമയമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. സ്റ്റേറ്റ് കൗൺസിലർമാരെ പിന്നീട് ഒരു മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് ആ കമ്മിറ്റി വന്നത്. അപ്പൊ പിന്നെ ഒരു മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന കമ്മിറ്റിക്ക് കേസിന് പോകാൻ പാടുണ്ടോ? കേസിന് പോകാൻ പാടില്ല. കേസിന് പോയ വ്യക്തി എനിക്കറിയില്ല. പക്ഷേ സൗത്ത് ജില്ലയിൽ മൊത്തം ഒരു സംസാരമുണ്ട്, അത് കേസിന് പോകേണ്ടത് തന്നെയാകുന്നു എന്നാണ് സംസാരം. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിച്ചു പോകുന്നതിന് വേണ്ടി ആ മസ്ലഹത്തുണ്ടാക്കിയത്. ആ ഒന്നിച്ചു പോകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ TP കൗൺസിലർ ആയതും പ്രസിഡന്റ് ആയതും. എന്നാൽ അതേ സൗത്ത് ജില്ലയിൽ നടന്ന ആ സമ്മേളനത്തിൽ വെച്ച് TP പ്രഖ്യാപിക്കുന്നു ഞാനിത് പിളർക്കും. അപ്പൊ TP മസ്ലഹത്ത് ലംഘിച്ചു. ISMനെ പിരിച്ചുവിട്ടു, MSMനെ പിരിച്ചുവിട്ടു.
അതുകൊണ്ട് ഈ പിരിച്ചുവിടൽ, ഈ തകർത്ത് തരിപ്പണമാക്കൽ അതൊന്ന് നിർത്തണം. ഒരു ഷോ ഇത് തെരഞ്ഞെടുക്കപ്പെട്ടത് ശരിയല്ല എന്ന് കൊടുത്തു. അപ്പോൾ ഈ കേസ് അനുകൂലിക്കുന്നവർ പറയുന്നു കേന്നമിനെ കേസ് കോടതി കയറ്റത് നല്ല ലക്ഷ്യം. ഒന്ന് ചിന്തിച്ച് എന്തിനാ അപ്പൊ അതൊക്കെ പിരിച്ചുവിട്ടത്, അത് ഒന്നിച്ചു പോയിക്കൂടെ എന്ന ഒരു ഐക്യത്തിന്റെ, ഒന്നിച്ചു പോകലിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ ഇവർക്കൊരു ചിന്ത വരണേ എന്നാണ് യഥാർത്ഥത്തിൽ കേസ് കൊടുത്തതിനെ അനുകൂലിക്കുന്ന ആളുകൾ പോലും ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ISM കേസിനോയോ, MSM കേസിനോയോ, ഹുസൈൻ സലഫി കേസിനോയോ 100 കണക്കിന് ആൾക്കാർ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതിന് എക്സിക്യൂട്ടീവ് ചെയറിന്റെ പുറത്താക്കാൻ സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തു. ഒരു കൂടാ പുറത്താക്കുക. കഴിഞ്ഞ ആഴ്ച 75 ആൾ പുറത്താക്കി. ഇനി പറഞ്ഞത് മേഖലക്ക് ശാഖൻ പുറത്താക്കുക, പക്ഷെ പ്രൂഫ് അവിടെ വെക്കണം എന്നാ നിർദ്ദേശം കൊടുത്തത്. അപ്പൊ ഒരു കേരള നടപടിയെടുക്കൽ മൂവ്മെന്റ് എന്നാക്കി മാറ്റി KNMന്റെ പേര്. ഈ രൂപത്തിൽ ഇപ്പൊ ടീപ്പിനോട് ചോദിക്കുക, അല്ല സർ എത്ര ആളാ പുറത്താക്കിയത്? മൂപ്പര് നിങ്ങൾ സെലഫിനെ വിളിച്ചു നോക്കിയെന്ന് അറിയും. സെലഫി പറയും കഴിഞ്ഞ മീറ്റിങ്ങിന് ശേഷം 3 ആളെയും കൂടി ഇപ്പൊ എത്ര, എനിക്ക് മൂപ്പർക്കും ടോട്ടൽ അറിയില്ല. ടോട്ടൽ ഇപ്പൊ എത്ര ആളാ പുറത്ത് ആർക്കും അറിയില്ല. അത്ര ആൾക്കാർ പുറത്താ, കംപ്ലീറ്റ് പുറത്താ. ഉള്ളിൽ ഇപ്പൊ ആരാ ഉള്ളത്? ആരോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കെട്ടിയോളും ഒരു തട്ടാനും ബാക്കിയൊക്കെ പുറത്ത് തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ കപ്പ കൊണ്ട്. ഇതിനുള്ളതല്ല ഈ പ്രസ്ഥാനം. ക്ഷേത്രമുറ്റത്ത് പോയി തൗഹീദ് പറഞ്ഞ പ്രവർത്തകൻ പുറത്ത്, നാട്ടിലും വിദേശത്തും മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത ആള് പുറത്ത്, എല്ലാവരും പുറത്ത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് 2 കഷ്ണാക്കാന്നാണ് ഇവർ വിചാരിച്ചത്. നമ്മൾ പറയുന്നു സമ്മതിക്കൂല. അപ്പൊ പിന്നെന്താ, യഥാർത്ഥത്തിൽ പുറത്തു പോകേണ്ടത് ഇവരാ. പക്ഷെ ഇവർ പുറത്തു പോയപ്പോ ലെറ്റർ പേഡും സീലും കയ്യിലെടുത്ത്. അതാ സംഭവിച്ചത്. നമ്മളൊക്കെ KNM രജിസ്റ്റേർഡ് എല്ലാവരുടെയും ഹൃദയങ്ങൾ. നമ്മളൊന്ന് പുറത്താക്കിയാൽ പുറത്തു പോകില്ല നമ്മളാരും. പുറത്തു പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ ലെറ്റർ പേഡും സീലും കയ്യിൽ വെച്ച് കാണിച്ച് കുത്തിരിക്കുകയാണ്. ഇത് തന്നെ പുറത്താക്കി, ഓനെ പുറത്താക്കി, ഇവനെ പുറത്താക്കി, മറ്റൊന്ന് വരണം. അപ്പോൾ ഒരു കോപ്പിയർ സ്പെഷ്യൽ വാങ്ങിയിട്ടുണ്ട് സെലഫി. ഒരു കോപ്പിയർ അങ്ങനെ വരികയാണ്. പേരിട്ട് കൊടുത്താൽ മതി, ബാക്കി മാറ്ററൊക്കെ അവിടെ തന്നെ ഉണ്ട്. എന്താ ആരാ പുറത്താക്കേണ്ടി? അഹമ്മദ്. എന്താ ഇനീഷ്യൽ അഹമ്മദ് CK. അയച്ച മോനെ ഇതാ പരിപാടി, കംപ്ലീറ്റ് പുറത്താക്കൽ. അപ്പൊ ഇതിങ്ങനെ പുറത്താക്കൽ പ്രസ്ഥാനമായി നടക്കേണ്ടതല്ല. ചില ആൾക്കാർ ഒരു വല്ലാത്ത വിഷമമായി. ഒന്നും ഒന്നോണ്ടും വിഷമിക്കണ്ട. ഒരു കാര്യം നമ്മൾ ചെയ്യണം, പടച്ചോന്റെ സഹായം കിട്ടാനുള്ള പണിയെടുക്കണം. അത് ദാവത്താണ്. KNMന്റെ സ്ഥാപനങ്ങൾ KNMന്റേതായി നിലനിൽക്കണം. നമ്മുടെ ജീവനുള്ളിടത്തോളം ആ സ്ഥാപനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല, അത് നമ്മുടെ അമാനത്താണ്. ആ അമാനത്ത് നമ്മൾ നിലനിർത്തണം. പ്രശ്നങ്ങൾ നമ്മളാൽ ഉണ്ടാകാൻ പാടില്ല. MSM സജീവമാകണം, CRE, QHLS, നമ്മുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും സജീവമാകണം. ആ സജീവതയിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ധാരാളം പറയാനുണ്ട്. പക്ഷേ സമയത്തിന് പരിമിതിയുണ്ട്. ബഹുമാനായ സുഹൃത്ത് ഹാരിസ് ബിൻ സലീമിൻ്റെ പ്രസംഗം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ നമസ്കാരത്തിലേക്കും വിശ്രമത്തിലേക്കും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹാരിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി കേട്ടതിന് ശേഷം മാത്രമേ അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഏറ്റവും നല്ല രൂപത്തിൽ അത് അതിജയിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ. അള്ളാഹുവേ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നീ നല്ല ബുദ്ധി പ്രദാനം ചെയ്യണമേ. അവരുടെ അബദ്ധങ്ങൾ തിരുത്താൻ നീ അവർക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ പാടുപെട്ട് പണിയെടുത്തുണ്ടാക്കി ഈ മഹത്തായ പ്രസ്ഥാനത്തെ കഷ്ടമാക്കുന്ന ഈ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് നീ ഒരു തിരിച്ചറിവ് പ്രദാനം ചെയ്യണമേ. അവരുടെ ഷർറുകളിൽ നിന്ന് ഈ മഹത്തായ പ്രസ്ഥാനത്തെ നീ കാത്തു രക്ഷിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.